നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. നെടുങ്കണ്ടം കൈലാസപ്പാറയിലെ ഭൂമി കൈയേറ്റത്തിൽ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകി ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും. നിർമ്മാണ പ്രവർത്തനം നടത്തിയ വ്യക്തികളോട് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം. 130 വർഷം പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാം കേരളത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മാത്യു സ്റ്റീഫൻ. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം കോടതിക്ക് ലഭിച്ച തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ ഫെബ്രുവരി 2-ാം തീയതി കുമളിയിൽ ഉപവാസ സമരം നടത്തുമെന്നും മാത്യു സ്റ്റീഫൻ. മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. ടൗണിന് സമീപമുള്ള മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപം. സംഭവത്തിൽ വനം വകുപ്പ് പരിശോധന ആരംഭിച്ചു. മൂന്നാറിൽ ജനവാസ മേഖലയിലെത്തി ഭീതി പരത്തിയ കാട്ടാനയെ വനം വകുപ്പ് കാട്ടിലേക്ക് തുരത്തി. കട്ടപ്പനയിലെ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടും താലൂക്ക് ആശുപത്രിക്ക് സ്ഥലം ഏറ്റെടുക്കാത്തത് സംബന്ധിച്ചും നഗരസഭാ സെക്രട്ടറിക്കും ചെയർപേഴ്സണും LDF നേതൃത്വം പരാതി നൽകി. പരാതി നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. വിശദമായ വാർത്തകളിലേക്ക്. നെടുങ്കണ്ടം കൈലാസപ്പാറയിലെ ഭൂമി കൈയേറ്റത്തിൽ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകി. ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും. നിർമ്മാണ പ്രവർത്തനം നടത്തിയ വ്യക്തികളോട് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം നൽകി. നെടുങ്കണ്ടം കൈലാസപ്പാറ മലനിരകൾ പൂർണ്ണമായും കയ്യേറിയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് വാർത്തകൾ പുറത്തുവന്നതോടെയാണ് റവന്യൂ വകുപ്പ് നടപടി ആരംഭിച്ചത്. പാറ പുറമ്പോക്കും പുൽമേടുകളും പൂർണ്ണമായും കയ്യേറിയാണ് സ്വകാര്യ വ്യക്തികൾ ഫെൻസിംഗ് വേലി സ്ഥാപിക്കുകയും വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തത്. നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ നിർദ്ദേശിച്ച് പാറത്തോട് വില്ലേജ് സ്റ്റോപ്പ് മെമ്മോ നൽകി. താലൂക്ക് സർവേയറുടെ നേതൃത്വത്തിൽ ഭൂമി അളന്നു തിട്ടപ്പെടുത്തും. തുടർന്ന് കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും കയ്യേറ്റം ഒഴിപ്പിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ഈ കൈലാസപ്പാറയുടെ വിഷയത്തിൽ ജില്ലാ കളക്ടറുടെ ആവശ്യപ്പെട്ടനുസരിച്ച് അടിയന്തരമായിട്ട് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കേസിൽ നമ്മൾ ഫർദർ കൺസ്ട്രക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റോപ്പ് മെമ്മോയും കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം അതിനകത്ത് 2 ഭൂമിയും കൂടെ പട്ടയ ഭൂമിയും കൂടെ കമ്പൈൻഡ് ആയിട്ട് കിടക്കുന്നുണ്ട്. സർവേയർ ഒരു റെക്ടിഫിക്കേഷന് വിധേയമായി അടുത്ത നടപടിയുണ്ട്. മേഖലയിൽ നിലവിലുള്ള പട്ടയ ഭൂമിയുടെ മറവിലാണ് കയ്യേറ്റം നടന്നിരിക്കുന്നത്. ഭൂമിയുടെ ഉടമസ്ഥത തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതേസമയം നിലവിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പഞ്ചായത്തും അനുമതി നൽകിയിട്ടില്ല. റവന്യൂ പുറമ്പോക്ക് ഭൂമിക്കൊപ്പം നെടുങ്കണ്ടത്ത് NCCക്കുള്ള ഭൂമിയിൽ ഉൾപ്പെടെ കയ്യേറ്റം നടന്നതായാണ് സൂചന. 130 വർഷം പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാം കേരളത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മാത്യു സ്റ്റീഫൻ. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം കോടതിക്ക് ലഭിച്ച തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിഷയത്തിൽ ഫെബ്രുവരി 2-ാം തീയതി കുമളിയിൽ ഉപവാസ സമരം നടത്തുമെന്നും അദ്ദേഹം കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര ജല കമ്മീഷനും സുപ്രീം കോടതി രൂപീകരിച്ച മേൽനോട്ട സമിതിയും ചില താൽപര്യങ്ങൾക്ക് വഴങ്ങിക്കൊണ്ട് തെറ്റായ റിപ്പോർട്ട് സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സുപ്രീം കോടതി ഡാം സുരക്ഷിതമാണെന്ന നിരീക്ഷണം നടത്തിയിരിക്കുന്നത്. വിദേശ ഏജൻസികളെ കൊണ്ട് ഡാം സുരക്ഷിതമാണോ എന്നുള്ള പരിശോധന നടത്തണം. ഡാമിലെ ജലനിരപ്പ് 142 അടിയിൽ നിന്നും 136 അടിയിലേക്ക് താഴ്ത്തി ടണൽ നിർമ്മിച്ചുകൊണ്ട് തമിഴ്നാടിന് ആവശ്യമായ വെള്ളം കൊടുക്കുകയും കേരളത്തിന്റെ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യണം. അടിയന്തരമായി മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ട കേരള തമിഴ്നാട് സർക്കാരുകളെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് പ്രശ്നപരിഹാരം കണ്ടെത്തണമെന്നും മാത്യു സ്റ്റീഫൻ പറഞ്ഞു. അവരെ പറഞ്ഞിരിക്കുന്നത് പുതിയൊരു ടണൽ നിർമ്മിച്ച് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കണമെന്നാണ്. അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സമരരംഗത്തേക്ക് പോവുകയും ആ സമരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് ഡേറ്റ് നോക്കിയാൽ 10/12/2024 ഈ ഡേറ്റ് നോക്കിയോ 10/12/2024 ഒരു മാസമായിട്ടുള്ളൂ. അതിൽ പറഞ്ഞിരിക്കുന്നത് 2 മുഖ്യമന്ത്രിമാർ ഒന്നിച്ചിരുന്ന് സംസാരിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം. അതിനൊക്കെ ഞങ്ങളും നിങ്ങളെ സഹായിക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാനെന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോകുന്നല്ല. ഇത് രേഖാമൂലം കേന്ദ്രത്തിൽ നിന്ന് തന്നിരിക്കുന്ന കടലാസാണ്. ഇത് രേഖാമൂലം സുപ്രീം കോടതിയിൽ നിന്ന് നമ്മളെടുത്ത കടലാസാണ്. 2 വർഷമായിട്ട് വേറൊന്നും കൊണ്ടല്ല. ഇനി ആളുകൾ ഇതുപോലെ ബുദ്ധിമുട്ടിക്കൊണ്ട് ചാടിക്കരുത്. അതുകൊണ്ട് മാത്രമാണ്. മുല്ലപ്പെരിയാർ ജീവരക്ഷാ വാഹന പ്രചരണ ക്യാമ്പയിന്റെ ഭാഗമായി ഫെബ്രുവരി 2-ാം തീയതി കുമളി തമിഴ്നാട് അതിർത്തിയിൽ
ഗാന്ധിയൻ തോമസ് കുഴിഞ്ഞാൽ, മാത്യു സ്റ്റീഫൻ എന്നിവരുടെ നേതൃത്വത്തിൽ ഉപവാസ സമരവും പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുന്നതിന്റെ ഭാഗമായി 1,00,000 പേരുടെ ഒപ്പുശേഖരണവും നടത്തും. കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ സർക്കാരുകൾ തയ്യാറായില്ലെങ്കിൽ പാർലമെന്റിന് മുന്നിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്നും മാത്യു സ്റ്റീഫൻ പറഞ്ഞു. മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം. ടൗണിന് സമീപമുള്ള മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. സംഭവത്തിൽ വനംവകുപ്പ് പരിശോധന ആരംഭിച്ചു. കാട്ടാനകൾക്ക് പുറമെ പുലിപ്പേടി കൂടിയായാൽ ജീവിതം ദുസ്സഹമാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു. കാട്ടുകൊമ്പന്മാരടക്കം മൂന്നാർ മേഖലയിൽ കാടിറങ്ങി ഭീതി പരത്തുന്ന സംഭവം സാധാരണയായി കഴിഞ്ഞു. ഇതിനൊപ്പമാണ് ഇപ്പോൾ പുലിപ്പേടിയും വർദ്ധിച്ചിട്ടുള്ളത്. ടൗണിന് സമീപമുള്ള മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപമാണ് കഴിഞ്ഞ ദിവസം പകൽ പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത്. തോട്ടം തൊഴിലാളികളാണ് പുലിയെ നേരിൽ കണ്ടത്. പിന്നീട് സംഭവം വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അറിയിച്ചു. പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ട ഭാഗം കൊളുന്തെടുക്കാൻ മാത്രം തൊഴിലാളികൾ എത്തുന്ന ജനവാസമില്ലാത്ത പ്രദേശമാണെന്നും പരിശോധന നടത്തുന്നുണ്ടെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. പരിശോധന നടത്തിയതിൽ പുലിയുടെ സാന്നിധ്യം ഏറെക്കുറെ മനസ്സിലായിട്ടുണ്ട്. പക്മാർക്ക് ഉണ്ട്, സ്കാറ്റിങ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇനി കൂടുതൽ പരിശോധനകൾ നടത്തും. അപ്പോൾ ഇപ്പം കാറ്റ് ശക്തി കൂടുതലായതുകൊണ്ട് ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധന ഇപ്പോൾ നടക്കില്ല. വീണ്ടും ഒരു 3 ടീമിനെ ഇറക്കുന്നുണ്ട്. ആ 3 ടീം ഈ സ്ഥലങ്ങളെല്ലാം പരിശോധന നടത്തും. 20 പേരടങ്ങുന്ന 2 സംഘങ്ങൾ പരിശോധനയ്ക്കുണ്ട്. തോട്ടം മേഖലയിലെ വിവിധയിടങ്ങളിൽ മുമ്പ് കടുവയുടെയും പുലിയുടെയും ഒക്കെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. വന്യജീവി ആക്രമണത്തിൽ വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെടുന്ന സാഹചര്യവുമുണ്ട്. വേനൽ കനക്കുന്നതോടെ വന്യജീവി ശല്യം വർദ്ധിക്കുമോ എന്ന ആശങ്ക നിലനിൽക്കെയാണ് മൂന്നാർ ടൗണിന് ഏതാനും ദൂരമകലെ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുള്ളത്. മൂന്നാറിൽ വീണ്ടും ജനവാസ മേഖലയിൽ എത്തി ഭീതി പരത്തി കാട്ടാന. മൂന്നാർ നല്ലതണ്ണി ITDക്ക് സമീപമുള്ള വീടുകൾക്കരികിലാണ് കാട്ടാന ഇറങ്ങിയത്. പുലർച്ചെ 5 മണിയോടെ എത്തിയ കാട്ടാന ഏറെ സമയം പ്രദേശവാസികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി. പിന്നീട് വനംവകുപ്പ് എത്തിയ ആനയെ കാട്ടിലേക്ക് തുരത്തി. വേനൽ കനത്തതോടെ മൂന്നാർ മേഖലയിൽ വന്യജീവികൾ കൂടുതലായി കാടിറങ്ങുകയാണ്. കാട്ടാന ശല്യമാണ് അതിരൂക്ഷം. ദിവസവും ജനവാസ മേഖലകളിൽ കാട്ടാനകളെത്തി ഭീതി പരത്തുകയും നാശനഷ്ടം വരുത്തുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. മൂന്നാർ നല്ലതണ്ണി ITDക്ക് സമീപമുള്ള വീടുകൾക്കരികിലാണ് ഒടുവിൽ കാട്ടാന ഇറങ്ങിയത്. പുലർച്ചെ 5 മണിയോടെ എത്തിയ കാട്ടാന ഏറെ സമയം പ്രദേശവാസികളെ ആശങ്കയുടെ മുൾമുനയിൽ നിർത്തി. പിന്നീട് വനംവകുപ്പെത്തി ആനയെ കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു. പടയപ്പയടക്കമുള്ള ഒറ്റയാന്മാർ ജനവാസ മേഖലയ്ക്കരികിൽ നിന്നും പിൻവാങ്ങാത്ത സ്ഥിതിയുണ്ട്. രാപ്പകൽ വ്യത്യാസമില്ലാതെ വന്യജീവികളെ ഭയന്ന തോട്ടം തൊഴിലിൽ ഏർപ്പെടേണ്ട സാഹചര്യമാണുള്ളതെന്ന് തൊഴിലാളികൾ പറയുന്നു. ரொம்ப ஆனை சல்லியமாக இருக்குது, வேலைக்கு போக முடியல. காட்டுலேயும் போனாலும் அதே தான். ஆனை 3 மணிக்கெலாம் ஆனை வந்துடுது காட்டுக்கு. மாடு ஆனை இதே ஒரு பயந்து தான் வேலை செய்கிறோம். காட்டில் உயிரை கையில் பிடிச்சிக்கிட்டு வேலை செய்கிறோம் நாங்கள். കാട്ടാനകളെ ഭയന്ന് രാത്രികാലങ്ങളിൽ ആളുകൾ പുറത്തിറങ്ങാൻ മടിക്കുകയാണ്. പോയ വേനൽക്കാലത്ത് കാട്ടാനക്കലിയിൽ മൂന്നാർ മേഖലയിൽ മനുഷ്യജീവൻ പൊലിയുന്ന സാഹചര്യവുമുണ്ടായി. വേനൽ കനക്കുന്നതോടെ കാട്ടാനയും പുലിയുമൊക്കെ കൂടുതലായി കാടിറങ്ങുമോ എന്ന ആശങ്ക കുടുംബങ്ങൾ പങ്കുവയ്ക്കുന്നു. വന്യജീവി വിഷയത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെയും വനംവകുപ്പിനെതിരെയും വിമർശനവുമായി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്. സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ ഇനിയും മനുഷ്യജീവനുകൾ പൊലിയുന്ന സാഹചര്യമുണ്ടാകുമെന്ന് MP പറഞ്ഞു. ഇക്കാര്യത്തിൽ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ്. ജനങ്ങളുടെ ജീവനും സ്വത്തും സംരക്ഷിക്കാനുള്ള ബാധ്യതയിൽ നിന്ന് വനംവകുപ്പ് ഒഴിഞ്ഞു നിൽക്കുകയാണെന്നും MP അടിമാലിയിൽ ആരോപിച്ചു. നമ്മുടെ ജില്ലയിലും സംസ്ഥാനത്തും വന്യമൃഗശല്യം അതിരൂക്ഷമായി മാറിയിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. പ്രത്യേകിച്ചും വേനൽക്കാലമാകുമ്പോഴേക്കും വനത്തിലുള്ള മൃഗങ്ങൾ പൂർണ്ണമായി നാട്ടിലേക്ക് ഇറങ്ങി വരുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അത് ഒരു സ്ഥലത്തുനിന്നല്ല, എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ വലിയ ഭീഷണി ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചില്ല എങ്കിൽ ഇനിയും മനുഷ്യജീവനുകൾ പൊളിഞ്ഞു വീഴുമെന്നുള്ളതാണ്. അപ്പോൾ തലനാരിലേക്കാണ് പലരും രക്ഷപ്പെട്ടു പോകുന്നത്. പട്ടാപ്പകൽ പോലും കാട്ടാനയുടെ ആക്രമണം ഉണ്ടാകുന്നു, റോട്ടിൽ കൂടി സഞ്ചരിക്കാൻ കഴിയുന്നില്ല. അതുപോലെ മറ്റ് മൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെൻറ് നോക്കിയിരിക്കുകയാണ്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം വനവിസ്തൃതി വർദ്ധിപ്പിച്ച് ഏറ്റവും അവസാനം മൂന്നാർ മേഖല പരിപൂർണമായി വനമേഖലയായി മാറുന്ന 18,000-ലധികം ഹെക്ടർ ഭൂമിയെ വനഭൂമിയായി പ്രഖ്യാപിക്കുന്ന ഒരു തലത്തിലേക്ക് വന്നു. ഈ മേഖല പൂർണ്ണമായി വനമാക്കി പ്രഖ്യാപിച്ച് ജനങ്ങളെ ആകെ കുടിയിറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കുൽസിത ശ്രമമാണ് ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയാണ് പ്രതിപക്ഷ നേതാവിൻ്റെ സമരയാത്ര. അത് വരുന്ന ദിവസങ്ങളിൽ ഈ ജില്ലയിലെ പരിപൂർണമായ തലത്തിൽ നിന്നുകൊണ്ട് ജില്ലയിലെമ്പാടും അതിൻ്റെ അലയൊലികൾ ഇപ്പോൾ ഏറ്റവും ശക്തമായ നിലയിൽ ഉദിച്ചുയരുകയാണ്. വന്യജീവി ആക്രമണത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിഷേധാത്മക നിലപാടിനെതിരെ കർഷക കോൺഗ്രസ് കട്ടപ്പനയിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു. കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ട് തിരിതെളിച്ച് ഉദ്ഘാടനം ചെയ്തു.
വന്യമൃഗങ്ങളുടെ ആക്രമണത്താൽ നിരവധി മനുഷ്യജീവനുകളാണ് ഓരോ ദിവസവും പൊലിയുന്നത്. വന്യമൃഗങ്ങളെ വനത്തിൽ തന്നെ സംരക്ഷിക്കണം. ഇവ 100 ഇരട്ടിയായി പെരുകിക്കൊണ്ടിരിക്കുന്നു. ഇവയുടെ സംഖ്യ നിയന്ത്രിക്കാൻ വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നത് പോലെ നിയന്ത്രിതമായ രീതിയിൽ വേട്ട നടത്തുവാൻ സർക്കാർ നിയമനിർമ്മാണം നടത്തണമെന്നും കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുത്തനാട്ടും ആവശ്യപ്പെട്ടു. അതിഭയങ്കരമായ വന്യമൃഗങ്ങളുടെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നിരവധി ജീവനുകൾ പൊഴിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതിന് എതിരായിട്ട് ഈ സംസ്ഥാന ഗവൺമെന്റ് യാതൊരു നടപടിയും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നില്ല. മനുഷ്യരെക്കാൾ വില ഇപ്പം മൃഗങ്ങൾക്കാണ് കൊടുക്കുന്നത്. ഏതെങ്കിലും ഒരു മൃഗത്തിന് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ആ പ്രദേശത്തുള്ള ആളുകളെയെല്ലാം ചോദ്യം ചെയ്യലും അത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നത്. കാട്ടിൽ വസിക്കേണ്ട മൃഗം നാട്ടിൽ വന്ന് ജനവാസ മേഖലയിലേക്ക് കടന്നു കയറിക്കൊണ്ട് മനുഷ്യരെ കൊന്നൊടുക്കുന്നു. പക്ഷേ യാതൊരു നടപടിയും ഇക്കാര്യത്തിലില്ല. കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മുഖ്യപ്രഭാഷണം നടത്തി. ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വന്യജീവി ശല്യം അനിയന്ത്രിതമായി പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തലയ്ക്കും നിയന്ത്രിക്കാനായിട്ട് സർക്കാരിന് കഴിയാത്ത നിലയിലേക്ക് ഒരു കഴിവുകെട്ട സർക്കാരായി ഈ ഗവൺമെന്റ് മാറിയിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ ശശീന്ദ്രൻ മന്ത്രി വയനാട്ടിലുണ്ടായി ചെന്നപ്പോൾ അവിടുത്തെ ജനങ്ങൾ കാണിച്ച പ്രതിഷേധം എത്ര വലുതാണെന്ന് നമുക്ക് കണ്ടു. കാരണം അതുപോലെ വേദനിപ്പിക്കുന്ന അനുഭവങ്ങളാണ് ഓരോ കൃഷിക്കാരനും ഓരോ തൊഴിലാളിക്കും വയനാട്ടിലും ഇടുക്കിയിലും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. വനമേഖലയോട് അടുത്ത് കൃഷി ചെയ്ത് ജീവിക്കുന്ന തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന ആളുകൾ അവർ ജീവൻ ഭയം കൊണ്ട് പുറത്തിറങ്ങാൻ കഴിയാതെ, പണിയെടുക്കാൻ കഴിയാതെ, വിളവെടുപ്പ് നടത്താൻ കഴിയാതെ വിഷമിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് തങ്കച്ചൻ പാണാട്ടിൽ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ സിജു ചക്കുമൂട്ടിൽ, ടോമി തെങ്ങുംപള്ളി, ജോസ് ആനക്കല്ലിൽ, PS മേരിദാസൻ, ലീലാമ്മ ബേബി, ഐബിമോൾ രാജൻ, സജിമോൾ ഷാജി, സിന്ധു വിജയകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കട്ടപ്പനയിലെ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടും താലൂക്ക് ആശുപത്രിക്ക് സ്ഥലം ഏറ്റെടുക്കാത്തത് സംബന്ധിച്ചും നഗരസഭാ സെക്രട്ടറിക്കും ചെയർപേഴ്സണും LDF നേതൃത്വം പരാതി നൽകി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരാതി നൽകിയത്. 1978 VT സെബാസ്റ്റ്യൻ കട്ടപ്പന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന സമയത്ത് വാങ്ങിയ സ്ഥലത്താണ് കട്ടപ്പന നഗരസഭാ കാര്യാലയവും സ്റ്റേഡിയവും സ്ഥിതി ചെയ്യുന്നത്. ഈ സ്റ്റേഡിയത്തിലാണ് പൊതുജനങ്ങൾ വ്യായാമവും മറ്റു പൊതു പരിപാടികളും നടത്തുന്നത്. എന്നാൽ സ്റ്റേഡിയം ഇപ്പോൾ ഇൻഡോർ സ്റ്റേഡിയം ആക്കുന്നതിനുള്ള നടപടികൾ നഗരസഭാ ഭരണസമിതി ആവിഷ്കരിച്ചിരിക്കുകയാണ്. പൊതുപരിപാടികൾക്കും പൊതുജനങ്ങൾക്കും ഉപയോഗപ്രദമായുള്ള സ്റ്റേഡിയം ഇൻഡോർ സ്റ്റേഡിയമാക്കി മാറ്റുന്നതിനെതിരെയാണ് തങ്ങൾ പരാതി നൽകിയിരിക്കുന്നതെന്ന് LDF നേതാക്കൾ പറഞ്ഞു. കട്ടപ്പന ഈ സ്റ്റേഡിയം, കട്ടപ്പന മുനിസിപ്പാലിറ്റിക്ക് മുമ്പിലുള്ള ഈ സ്റ്റേഡിയം എന്ന് പറയുന്നത് കട്ടപ്പനയിലുള്ള ഏക പൊതുസ്ഥലമാണ്. ഇവിടെ കട്ടപ്പനയിലെ നിവാസികൾക്ക്, കട്ടപ്പന ടൗണിൽ വസിക്കുന്ന ആളുകൾക്കും കട്ടപ്പന സമീപവാസ ആളുകൾക്കും ഏക ആശ്രയമാണ് ഈ സ്റ്റേഡിയം. രാവിലെ ഒന്ന് നടക്കണമെങ്കിലോ, അല്ലെങ്കിൽ ഒരു കലാ സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനോ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പരിപാടി നടത്തുന്നതിനൊക്കെ ഉള്ള ഏക ആശ്രയമാണ് ഈ കട്ടപ്പനയിലെ ഈ സ്റ്റേഡിയം, കട്ടപ്പന ടൗണിനകത്തുള്ള ഈ സ്റ്റേഡിയം. ഈ സ്റ്റേഡിയം മാറ്റി ഇതിനകത്ത് ഒരു ഇൻഡോർ സ്റ്റേഡിയം പണിയാൻ ഉദ്ദേശിക്കുന്നതായിട്ട് അറിയുന്നു. അത് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്. അത് നമുക്കറിയാം, ഇത് ശ്രീ VT സെബാസ്റ്റ്യൻ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വാങ്ങിച്ചതാണ് ഈ 4 ഏക്കർ സ്ഥലം. ആ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് കട്ടപ്പന മുനിസിപ്പാലിറ്റിയുടെ കെട്ടിടം ഇരിക്കുന്നത്. VT സെബാസ്റ്റ്യന്റെ സ്മരണാർത്ഥം VT സെബാസ്റ്റ്യന്റെ പേരിലാണ് ഈ സ്റ്റേഡിയം നിലനിൽക്കുന്നത്. VT സെബാസ്റ്റ്യന്റെ പേരിലുള്ള ഈ സ്റ്റേഡിയം മാറ്റി ഒരു ഇൻഡോർ സ്റ്റേഡിയമായിട്ട് അതിനെ മാറ്റുവാനായിട്ടുള്ള ശ്രമം ഒരു കാരണവശാലും അംഗീകരിക്കുന്നതല്ല. ഇൻഡോർ സ്റ്റേഡിയം ഇവിടെ നിർമ്മിച്ചാൽ സ്റ്റേഡിയത്തിന്റെ വിസ്തീർണം കുറയുകയും മറ്റു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത സാഹചര്യവും ഉണ്ടാകും. അതിനാൽ ഇൻഡോർ സ്റ്റേഡിയത്തിനായി മറ്റു സ്ഥലം കണ്ടെത്തണമെന്നാണ് LDFന്റെ ആവശ്യം. കൂടാതെ കട്ടപ്പനയിലെ താലൂക്ക് ആശുപത്രി വികസനത്തിനായി സർക്കാർ അനുവദിച്ച 15 കോടി രൂപ നഗരസഭാ അധികൃതർ സ്ഥലം ഏറ്റെടുപ്പിൽ വരുത്തിയിരിക്കുന്ന അനാസ്ഥ മൂലം പ്രതിസന്ധിയിലായിരിക്കുകയാണെന്നും നേതാക്കൾ പറഞ്ഞു. ഹോസ്പിറ്റലിന് സ്ഥലം എടുത്തു കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി നേരിട്ട് പറഞ്ഞിട്ട് പോലും അതിനെല്ലാം അവഗണിച്ചിരിക്കുക. പണം ഗവൺമെന്റ് എന്ന നിലക്ക് അനുവദിച്ചിട്ടുണ്ട്. അത് സ്ഥലം കൊടുക്കുക, സ്ഥലം മേടിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്വം പോലും നടത്താതെ കൊണ്ട് ഇതിനെല്ലാം ഒളിച്ചോടി ഇവിടെ ഒരു അഴിമതി നടത്താനുള്ള ഒരു കൂട്ടുകെട്ട് മുന്നണിയാണ് ഇപ്പോൾ UDFന്റെ ഭാഗമായി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെ ഞങ്ങൾ ശക്തമായി അപലപിക്കുകയാണ്. നഗരസഭാ അധികൃതരുടെ നിരുത്തരവാദിത്തപരമായ നടപടി പിൻവലിച്ചില്ലെങ്കിൽ LDFന്റെ നേതൃത്വത്തിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. LDF നേതാക്കളായ മനോജ് തോമസ്, MC ബിജു, ഷാജി കുത്തോടി, രാജൻകുട്ടി മുതുകുളം, ആൽവിൻ തോമസ്, സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് നഗരസഭ അധികൃതർക്ക് പരാതി നൽകിയത്. പന്നിയാർ പുഴയിൽ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. രാജാക്കാട് മുക്കുടി സ്വദേശി വള്ളാടിയിൽ ഷാജിയാണ് മരിച്ചത്. നാട്ടുകാർ ചേർന്ന് ഷാജിയെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂട്ടുകാർക്കൊപ്പം ചൂണ്ടയിടാൻ പോയതായിരുന്നു ഷാജി. ഇതിനിടയിൽ കാൽ വഴുതി വെള്ളത്തിൽ വീഴുകയായിരുന്നു. ആഴം കൂടുതലുള്ള ഭാഗത്താണ് ഇദ്ദേഹം വീണത്. ഇതോടെ മുങ്ങിപ്പോയി. മീൻ പിടിക്കാനായി പുഴയിൽ കെട്ടിയിരുന്ന വലയിൽ കുടുങ്ങിയതിനാൽ രക്ഷപ്പെടാൻ സാധിച്ചില്ല. കൂടെയുണ്ടായിരുന്നയാൾ അയൽവാസികളെ വിളിച്ച് വിവരം അറിയിച്ചതോടെ ഇവർ പുഴയിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു. തുടർന്ന് ഷാജിയെ
രാജാക്കാടുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. 1 മാസം മുൻപും ഇതേ സ്ഥലത്ത് സമീപവാസിയായ ഒരാൾ മുങ്ങി മരിച്ചിരുന്നു. രാജാക്കാട് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം അടിമാലി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. 17 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിൽ വണ്ടിപ്പെരിയാർ സ്വദേശി പിടിയിൽ. പശുമല സ്വദേശി കാളിദാസാണ് പിടിയിലായത്. തമിഴ്നാട്ടിൽ നിന്നാണ് കാളിദാസിനെയും പെൺകുട്ടിയെയും പോലീസ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം 17 വയസ്സുകാരിയായ പെൺകുട്ടി സ്കൂളിൽ പോയതിനു ശേഷം തിരികെ വീട്ടിൽ എത്തിയില്ല. തുടർന്ന് കുട്ടിയെ കാണാനില്ലെന്ന് കാട്ടി മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകി. ഇതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് വണ്ടിപ്പെരിയാർ പശുമല സ്വദേശിയായ കാളിദാസിനെ പോലീസ് പിടികൂടിയത്. സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നതിങ്ങനെ: പ്രണയം നടിച്ച് കാളിദാസ് പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോവുകയും തമിഴ്നാട്ടിലെ ബന്ധുവീട്ടിൽ താമസിപ്പിക്കുകയും ചെയ്തു. ഇതിനിടയിൽ കുട്ടിയെ ശാരീരികമായി ഉപദ്രവിച്ചു. പോക്സോ നിയമപ്രകാരമാണ് പ്രതിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കാളിദാസിനെ പീരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വണ്ടിപ്പെരിയാർ സർക്കിൾ ഇൻസ്പെക്ടർ സുവർണകുമാർ, സബ് ഇൻസ്പെക്ടർ TS ജയകൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. ഉപ്പുതറ CHCയെ തരം താഴ്ത്തുന്നതിനെതിരെ BJP നടത്തിവന്ന രാപ്പകൽ സമരം അവസാനിച്ചു. മുൻ MLA PC ജോർജ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സർക്കാർ ആശുപത്രിയെ ഇത്തരത്തിൽ തരം താഴ്ത്തുന്ന നിലപാട് സ്വീകരിക്കുന്ന സർക്കാരിനെതിരെ ജനങ്ങൾ പ്രതികരിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. ആശുപത്രിയിൽ ജീവിതശൈലി രോഗങ്ങൾക്കുള്ള മരുന്നിന്റെ ലഭ്യതക്കുറവ് പരിഹരിക്കുക, രാത്രിയിൽ ഡോക്ടർമാരുടെ സേവനം ഉറപ്പുവരുത്തുക, സ്ഥിരമായി മെഡിക്കൽ ഓഫീസറെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് BJP ഉപ്പുതറ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാപ്പകൽ സമരം സംഘടിപ്പിച്ചത്. സമരത്തിന്റെ സമാപന സമ്മേളനം മുൻ MLA PC ജോർജ് ഉദ്ഘാടനം ചെയ്തു. ഞാൻ ഈ ആശുപത്രി മാത്രമല്ല 933 ആശുപത്രിയിൽ ഏതെങ്കിലും ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടറെ കൊണ്ട് കാണിച്ചാൽ നിങ്ങൾ പറയുന്ന ശിക്ഷ അനുഭവിക്കാൻ ഞാൻ തരാം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ 2 ഡോക്ടർമാരുണ്ട്. ഒരുത്തരെ കാണാനില്ലെന്നാണ് അവരുടെ വഴിക്ക് പോയത്. ഇവരൊക്കെ മര്യാദയുണ്ടോ? എടാ ഡോക്ടർ മുതലാളി, ഞാൻ നിന്നോടൊക്കെ ഒരു കാര്യം പറയാം. നീ MBBS MBA പാസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ അപ്പന്റെ മുതൽ കൊണ്ടല്ല, ഈ രാജ്യത്തെ ഞങ്ങൾ കൊടുക്കുന്ന നികുതി പണം വാങ്ങിക്കൊണ്ടാണ് നീയൊക്കെ MBBS MD ഒക്കെ പാസ്സാക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം. നീ പണം ഉണ്ടാക്കാൻ വേണ്ടി സൗകര്യം പോലെ നടക്കുക. ആശുപത്രി സേവനം ചെയ്യുന്നതിന് പകരം പണം ഉണ്ടാക്കാൻ വേണ്ടി സമ്പന്നന്മാരുടെ ആശുപത്രിയിലേക്ക് വന്ന് നിന്നെയൊക്കെ ഇടിവെട്ടി പോകും. ഞാൻ പറഞ്ഞേക്കാം, സംശയം വേണ്ട. സംസ്ഥാനത്തെ ആരോഗ്യമേഖല ഈ സർക്കാർ പാടെ തകർത്തു. വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനു വേണ്ടി ഫലപ്രദമായ ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. വർഷങ്ങളുടെ പാരമ്പര്യമുള്ള സർക്കാർ ആശുപത്രിയെ ഇത്തരത്തിൽ തരം താഴ്ത്തുന്ന നിലപാട് അംഗീകരിക്കാൻ കഴിയില്ലെന്നും PC ജോർജ് പറഞ്ഞു. ഇത്രമാത്രം കേരളത്തിന്റെ സമ്പത്തിന്റെ ഏറ്റവും പ്രമുഖ സ്ഥാനം മുഴുവൻ ആരോഗ്യ മേഖലയ്ക്കും വിദ്യാഭ്യാസ മേഖലയ്ക്കും ചെലവഴിച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ചാൽ നമുക്കൊന്നുമില്ലാത്ത കാര്യം. ലോകത്ത് ഏറ്റവും അധികം മരുന്ന് ഉപയോഗിക്കുന്ന മരുന്ന് ചെലവഴിക്കുന്ന നാടേതാണെന്ന് നിങ്ങൾക്കറിയാമോ? ലോകത്ത് 1-ാം സ്ഥാനം ഈ കേരളത്തിനാണ്. കച്ചവടം മാത്രമായി അധപ്പതിച്ചിരിക്കുന്നു എന്നതാണ് ദുഃഖകരമായ സംഭവം. ഇത് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ. ശക്തമായി പ്രതികരിച്ചേ മതിയാവും. ഇതോടൊപ്പം അവധിയിൽ പോയ ഡോക്ടർമാരെയും രൂക്ഷമായ ഭാഷയിൽ PC ജോർജ് വിമർശിച്ചു. BJP ഏലപ്പാറ മുൻ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. നേതാക്കളായ VC വർഗീസ്, N ഹരി, KK രാജപ്പൻ, സ്റ്റീഫൻ ഐസക്, ജെയിംസ് തേക്കുംബേൽ, AV മുരളീധരൻ തുടങ്ങിയവർ സംസാരിച്ചു. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ അയ്യപ്പ ഭഗവാന്റെയും ദേവിയുടെയും വിഗ്രഹ പ്രതിഷ്ഠ ഫെബ്രുവരി 10 നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ ചടങ്ങുകൾ നടക്കുന്നത്. ഫെബ്രുവരി 1 4 മണിക്ക് മേരികുളത്തു നിന്നും വിഗ്രഹ ഘോഷയാത്രയോടെയാണ് പഞ്ചലോഹ വിഗ്രഹം ക്ഷേത്രത്തിലെത്തിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ക്ഷേത്രത്തിൽ നടന്ന ദേവപ്രശ്ന വിധിപ്രകാരം ശ്രീകോവിൽ നവീകരണത്തിന് ശേഷമുള്ള പ്രതിഷ്ഠാ പൂജകളും അയ്യപ്പന്റെയും ദേവിയുടെയും വിഗ്രഹ പ്രതിഷ്ഠയും ഫെബ്രുവരി 1 മുതൽ 10 വരെയാണ് നടക്കുന്നത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുക. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയാണ് ഈ വരുന്ന ഫെബ്രുവരി മാസം 10-ാം തീയതി. 1-ാം തീയതി മുതൽ അതിൻ്റെ ചടങ്ങുകൾ ആരംഭിക്കുകയാണ്. ഈ വർഷം നമുക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ പുതുതായിട്ട് ക്ഷേത്രം നിർമ്മിച്ചു. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണമെല്ലാം തന്നെ പൂർത്തിയായി. ഒരു പുതിയ ക്ഷേത്രത്തിൽ പുതിയ വിഗ്രഹം, ഇല്ലാടിവീരൻ്റെ പുതിയ പഞ്ചലോഹ വിഗ്രഹത്തിലാണ് ഈ വർഷം പ്രതിഷ്ഠ നടത്തുന്നത്. ആലപ്പുഴ മാന്നാറിൽ നിന്നും രാവിലെ 10:45 പഞ്ചലോക വിഗ്രഹ ഘോഷയാത്ര ആരംഭിക്കും. ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് ഏലപ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും 3 മണിക്ക് ചപ്പാത്ത ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലും ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകും.
4 മണിക്ക് മേരികുളത്തു നിന്നും താലപ്പൊലിയുടെയും വാദ്യമേളങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് വിഗ്രഹ ഘോഷയാത്ര നടക്കും. ഫെബ്രുവരി 2 മുതൽ പ്രതിഷ്ഠാ ചടങ്ങുകളും പൂജകളും ആരംഭിക്കും. 10-ാം തീയതി ധർമ്മശാസ്താവിന്റെ പഞ്ചലോഹ വിഗ്രഹം, ഗണപതി, വനദുർഗ, ഭദ്രകാളി, യോഗീശ്വര വിഗ്രഹ പ്രതിഷ്ഠയും നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. 1-ാം തീയതി രാവിലെ 7 മണിക്ക് മാമാറിൽ നിന്നും പഞ്ചലോഹത്തിൽ നിർമ്മിച്ച വിഗ്രഹഘോഷയാത്ര ആരംഭിക്കും. വിഗ്രഹം കൊണ്ടുവരുന്ന രഥം എന്ന് പറയുന്നത് നമ്മുടെ ശബരിമലയ്ക്ക് തങ്കയങ്കി കൊണ്ടുപോകുന്ന രഥത്തിലാണ് വിഗ്രഹം നമ്മൾ കൊണ്ടുവരുന്നത്. 7 മണിക്ക് മാമാറിൽ നിന്നും ആരംഭിക്കുന്ന വിഗ്രഹഘോഷയാത്ര 2 മണിക്ക് വേൽപ്പാറയിൽ എത്തിച്ചേരുകയും അവിടുന്ന് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ സ്വീകരണവും കഴിഞ്ഞ് 3:30 ചപ്പാത്ത് അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അവിടെ സ്വീകരണമുണ്ട്. അവിടുത്തെ സ്വീകരണത്തിന് ശേഷം പരപ്പിൽ ഉപ്പറ, മാട്ടുതാവളം, പടകോട്, കത്തിയപ്പൻ മേഖലയിലുള്ള നിവാസികളുടെ സ്വീകരണം പരപ്പിൽ വെച്ചാണ്. ആ സ്വീകരണത്തിന് ശേഷം തോണിത്തടി മേലുള്ള ഭാഗത്ത് നിന്ന് മഹാഘോഷയാത്രയായി അയ്യപ്പൻകോവിലേക്ക് ഘോഷയാത്രയായി പോരുന്നതാണ്. വൈകിട്ട് 6:30 ക്ഷേത്രാങ്കണത്തിൽ എത്തിച്ചേരുന്ന വ്യവസ്ഥയിലാണ് ഘോഷയാത്ര ആരംഭിക്കുന്നത്. വാർത്താസമ്മേളനത്തിൽ പ്രസിഡന്റ് കെ.എ. ഷാജി, സെക്രട്ടറി എം.എസ്. പ്രശാന്ത്, ട്രഷറർ സുരേന്ദ്രൻ പിള്ള തീമ്പിളിക്കുന്നേൽ, ചെയർമാൻ സജി കളത്തിൽ വടക്കേതിൽ, ശ്യാം എസ്. ആചാരി, വി.എസ്. പ്രകാശ്, ഗോകുൽ ജി നായർ, സുനിൽ കലവനാക്കുന്നേൽ, ഗോപിനാഥൻ പിള്ള തീമ്പള്ളിക്കുന്നേൽ എന്നിവർ പങ്കെടുത്തു. കുഷ്ഠരോഗ നിവാരണ യജ്ഞത്തിന്റെ ഭാഗമായി രോഗനിർണയ ഭവന സന്ദർശന യജ്ഞം ജനുവരി 30 മുതൽ ഫെബ്രുവരി 12 വരെ നടത്തുമെന്ന് ജില്ലാ ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. അശ്വമേധം 6.0 എന്ന പേരിൽ നടപ്പാക്കുന്ന പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം 30-ന് വാഴത്തോപ്പ് വട്ടമേട് സാംസ്കാരിക നിലയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ നീർണാങ്കുന്നിൽ നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നമ്മുടെ മെയിൻ ലക്ഷ്യം എന്ന് പറയുന്നത് കുഷ്ഠരോഗം എന്നുള്ളത് നമുക്കറിയാം. കുഷ്ഠരോഗം നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ള ഒരു പ്രോഗ്രാം ഉണ്ട് ആരോഗ്യവകുപ്പ് നടത്തി വരുന്നത്. ആരോഗ്യവകുപ്പും ആരോഗ്യ കേരളവും സംയുക്തമായിട്ട് നടത്തി വരുന്ന ഒരു പ്രോഗ്രാമാണ് NLEP എന്ന് പറഞ്ഞാൽ നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം, അല്ലെങ്കിൽ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പ്രോഗ്രാം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എല്ലാ വർഷവും അശ്വമേധം നടത്തി വരുന്നുണ്ട്. അശ്വമേധത്തിൽ ചെയ്യുന്നത് 2 ആഴ്ചയോളം നമ്മുടെ ഹെൽത്ത് സ്റ്റാഫ് ഇതിനു വേണ്ടി മാത്രം വർക്ക് ചെയ്യുകയും ഈ 2 ആഴ്ച കൊണ്ട് കമ്മ്യൂണിറ്റിയിൽ ഹിഡൻ ആയിട്ട് കിടക്കുന്ന കുഷ്ഠരോഗികളെ കണ്ടുപിടിക്കുകയും അവരെ ട്രീറ്റ്മെന്റിലോട്ട് വിധേയമാക്കുകയും അതുവഴി നമുക്ക് കമ്മ്യൂണിറ്റിയിലോട്ടുള്ള സ്പ്രെഡ് കുറയ്ക്കാനും പ്ലസ് ഈ അസുഖം ഉള്ളവരിൽ ഭാവിയിൽ അവർക്ക് ഡീഫോമിറ്റിയും അതിന്റെ കോംപ്ലിക്കേഷനും വരാതിരിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമാണ്. കുഷ്ഠരോഗത്തെക്കുറിച്ച് ബോധവൽക്കരണം, പ്രാഥമിക പരിശോധന, ആവശ്യമുള്ളവർക്ക് വിദഗ്ധ ചികിത്സ എന്നിങ്ങനെ പൂർണ്ണമായ രോഗനിർമ്മാർജ്ജനം ലക്ഷ്യമിട്ടാണ് പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഫെബ്രുവരി 12 വരെ നടക്കുന്ന ഭവന സന്ദർശന യജ്ഞം പൂർത്തീകരിക്കുന്നതിനായി 2084 വോളണ്ടിയർമാരെ സജ്ജരാക്കിയിട്ടുണ്ടെന്നും ഇവരുടെ നേതൃത്വത്തിൽ 1042 ടീമുകൾക്ക് പരിശീലനം നൽകിയതായും ഡോക്ടർ ആമിന S.R. വ്യക്തമാക്കി. വാർത്താസമ്മേളനത്തിൽ ജില്ലാ മീഡിയ ഓഫീസർ തങ്കച്ചൻ ആന്റണി, ടെക്നിക്കൽ അസിസ്റ്റന്റ് രാജു R, ഡെപ്യൂട്ടി മീഡിയ ഓഫീസർ ശൈലാഭായി VR എന്നിവരും പങ്കെടുത്തു. കട്ടപ്പന നഗരസഭയിൽ കൗൺസിൽ യോഗം നടന്നു. 2 അജണ്ടകൾ ചർച്ചയ്ക്കെടുത്ത യോഗത്തിൽ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർക്കെതിരെ വിമർശനം ഉന്നയിച്ചു. 2024-25 വാർഷിക പദ്ധതികളിൽ ടെൻഡർ അംഗീകാരം സംബന്ധിച്ചും എസ്റ്റിമേറ്റ് റിവിഷൻ ചെയ്യുന്നത് സംബന്ധിച്ചും ചർച്ചകൾ ഉണ്ടായി. നഗരസഭയിലെ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ ഭരണപക്ഷത്തുള്ളവരും പ്രതിപക്ഷത്തുള്ളവരും ആക്ഷേപങ്ങളും പരാതികളും ഉന്നയിച്ചു. എഞ്ചിനീയറിംഗ് വിഭാഗം ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടാക്കുന്നു. ഇത് അന്വേഷിക്കുകയും നടപടി സ്വീകരിക്കുകയും വേണമെന്ന് കൗൺസിലർ മനോജ് മുരളി ആവശ്യപ്പെട്ടു. കേരളത്തിലെ 2ാമത്തെ 3ാമത്തെ പദ്ധതി നിർമ്മാണത്തിൽ 2ാമത്തെ 3ാമത്തെ സ്ഥാനത്ത് നിന്നുള്ളതാണ്. ഇപ്പോൾ ഈ 85 സ്ഥാനത്തേക്ക് പോയി. നമുക്ക് AEമാരുണ്ട്, ഓവർസീർമാരുണ്ട്, ദിവസവേതനത്തിന് ആവശ്യം കൂടുതൽ സ്റ്റാഫുണ്ട്. ഇവരൊക്കെ എന്ത് പണിയാണ് ചെയ്യുന്നത്? 2-3 സ്റ്റാഫിനെ വെച്ച് എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നന്നായി ജോലി കൊണ്ടുവരുന്ന മുനിസിപ്പാലിറ്റിയാണ്. ഇത്തരത്തിലുള്ള വീഴ്ച വരുന്നത് ആരുടെ ഉത്തരവാദിത്വം? അതിനെക്കുറിച്ച് അന്വേഷണം വേണ്ടേ? ബഹുമാൻ വൈസ് ചെയർമാൻ പറഞ്ഞ് അംഗീകരിക്കുന്നു, ബാക്കി പോരാത്ത കാര്യങ്ങൾ പരിഹരിക്കുക. പക്ഷേ ഇരുത്തുന്ന ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടോന്ന് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്വം കൂടി ഈ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവർക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള നടപടി കൂടി സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അനുമതി കിട്ടിയ പല പദ്ധതികളുടെയും കാലാവധി അവസാനിക്കുകയാണ്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലം ടെൻഡർ നടപടികൾ പോലും ചെയ്തിട്ടില്ലെന്ന് കൗൺസിലർ ധന്യ അനിൽ ആരോപിച്ചു. അതിന് 2021 മുതലുള്ള അനുമതി കിട്ടിയ വർക്കായിരുന്നു. ഈ മാർച്ചോടുകൂടി അതിന്റെ കാലാവധി തീരും. ഞാൻ പലതവണ ഈ സെക്ഷനിൽ ചെന്നിട്ട് മണ്ണ് പരിശോധനയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളതാണ്. അത് ഇതുവരെയും ടെൻഡർ ഇട്ടിട്ടില്ല. ഈ മാർച്ചിൽ അതിന്റെ ഫണ്ടിൽ കാലാവധി തീരുക. അപ്പൊ അതിനു മുൻപ് നമുക്ക് ആ വർക്ക് ചെയ്യാൻ പറ്റുമോ? 42 കോടിയിലധികം രൂപ ചിലവഴിക്കാതെ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ കെട്ടിക്കിടക്കുകയാണ്. ഇത് നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഉണ്ടാകുന്നത്. ആകെ 7% 3 കോടി രൂപ മാത്രമാണ് ചിലവഴിക്കാൻ സാധിച്ചിരിക്കുന്നതെന്ന് കൗൺസിലർ പ്രശാന്ത് രാജു പറഞ്ഞു.
ആ കണക്ക് പ്രകാരമുള്ള പൈസ ചെലവഴിക്കാതെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ് കിടക്കുക. ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും കൗൺസിലർമാർ അറിയുന്നുണ്ടോ? 3 കോടി രൂപ മാത്രമേ ചെലവാക്കിയിട്ടുള്ളൂ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്. ആകപ്പാടെ ചെലവഴിച്ചേക്കുന്ന 7.1% മാത്രമാണ്. ഇത്രയും പൈസ ഈ നാട്ടിലെ ആളുകളുടെ വികസനത്തിന് വേണ്ടി ചെലവഴിക്കേണ്ടതാണ്. അതിന് വ്യക്തമായ മറുപടി പറയണം. 2024-25 സാമ്പത്തിക വർഷ പദ്ധതികൾ പോലും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്ന് കൗൺസിലർ തങ്കച്ചൻ പുരയിടം ആരോപിച്ചു. ഈ ഭരണസമിതി തീരുന്നതിന് മുമ്പേ തീർക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ വളരെ ധൃതി പിടിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. എന്നാൽ 24-25 വർഷത്തെ പോലും പൂർത്തിയാകാതെ ഇപ്പം എന്നെ ടെൻഡർ വരാത്തതുണ്ട്. അപ്പം ഇങ്ങനെ പോയാൽ നമ്മൾ ഈ പദ്ധതികളൊക്കെ സമയബന്ധിതമായിട്ട് എങ്ങനെ പൂർത്തീകരിക്കും? ഭരണകക്ഷി അംഗങ്ങളും പ്രതിപക്ഷ അംഗങ്ങളും ഗുരുതരമായ ആരോപണങ്ങളാണ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന് നേരെ ഉന്നയിച്ചത്. ഈ സ്ഥിതിഗതികൾ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങൾക്ക് തന്നെ വിലങ്ങുതടി സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ അടിയന്തര നടപടി ഉണ്ടാകണമെന്നാണ് കൗൺസിൽ യോഗത്തിൽ അംഗങ്ങൾ ആവശ്യമുന്നയിച്ചത്. മലങ്കര എസ്റ്റേറ്റിലെ തൊഴിലാളികൾ താമസിക്കുന്ന ലയത്തിനോട് ചേർന്ന് ഒട്ടുപാൽ ഉണക്കുന്നതിനായി നിർമ്മിച്ചിരുന്ന പുകപ്പുരയ്ക്ക് തീപിടിച്ചു. 2.5 ടൺ ഒട്ടുപാലിനാണ് തീപിടിച്ചത്. തൊടുപുഴ ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. ആളിക്കത്തിയ തീയിൽ നിന്നും അടുപ്പിനോട് ചേർന്നുള്ള 6 മുറികളുള്ള ലയത്തിലേക്ക് തീ പടർന്നു. 5 മുറികളിലും താമസക്കാർ ഉണ്ടായിരുന്നു. സമീപത്ത് കൂട്ടിയിട്ടിരുന്ന വിറകിലേക്കും അടുത്തുണ്ടായിരുന്ന 2 പ്ലാവിനും തീ പിടിച്ചിരുന്നു. പെട്ടെന്ന് തീ അണച്ചതിനാൽ മറ്റു ലയങ്ങളിലേക്ക് തീ പടർന്നില്ല. തൊടുപുഴ ഫയർഫോഴ്സിന്റെ 2 യൂണിറ്റ് എത്തിയാണ് തീ അണച്ചത്. സ്റ്റേഷൻ ഓഫീസർ ബിനു സെബാസ്റ്റ്യൻ, അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ KA ജാഫർ ഖാൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്. മുട്ടം പോലീസും സംഭവസ്ഥലത്തെത്തിയിരുന്നു. നാട്ടുകാരും തൊഴിലാളികളും സിവിൽ ഡിഫൻസ് അംഗങ്ങളും രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തു. മൂന്നാർ, പള്ളിവാസൽ, ദേവികുളം, ചിന്നക്കനാൽ എന്നീ പഞ്ചായത്തുകളിൽ ശുദ്ധജലം എത്തിക്കുന്നതിനുള്ള വാട്ടർ അതോറിറ്റിയുടെ ജൽ ജീവൻ പദ്ധതി തുടങ്ങി. മാട്ടുപ്പെട്ടി ജലാശയത്തിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം വിവിധ പഞ്ചായത്തുകളിലെ വീടുകളിൽ എത്തിക്കുന്നതാണ് പദ്ധതി. ശുദ്ധജലക്ഷാമം നേരിടുന്ന വീടുകളിൽ കുടിവെള്ളം എത്തിക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ പദ്ധതിയാണ് ജൽജീവൻ പദ്ധതി. മൂന്നാർ, പള്ളിവാസൽ, ദേവികുളം, ചിന്നക്കനാൽ എന്നീ പഞ്ചായത്തുകളിൽ ജൽജീവൻ പദ്ധതിക്ക് തുടക്കമായി. മാട്ടുപ്പെട്ടി ജലാശയത്തിൽ നിന്ന് ശേഖരിക്കുന്ന വെള്ളം വിവിധ പഞ്ചായത്തുകളിലെ വീടുകളിൽ എത്തിക്കുന്നതാണ് പദ്ധതി. ഏകദേശം 3500 ടാപ്പ് കോളനിയിൽ, ന്യൂ കോളനി, ലക്ഷം കോളനി, സെറ്റിൽമെൻറ്റ് കോളനി, MG കോളനി, ராஜீவ் காந்தி காலனி, இக்கா நகர், இது போன்ற டவுனு பாகம், பழையமுனார் KSRTC பஸ் ஸ்டாண்டு வர இந்த பദ്ധதி நடப்பிலாக்கப்படும். இதனுடைய ஏகதேசம் மாட்டுப்பட்டி டேம்பிலிருந்தும் அதே போல் இன்னும் 2 டேம்பு செக்கு டேம்பிலிருந்து தான் அந்த தண்ணி இங்கே ஃபில்டராக்கி கொண்டு வந்து இந்த பദ്ധதி நடப்பிலாக்கப்படும் என்று கரார்காரன் சொல்லியிருக்காங்க. ஏகதேசம் 2025 இந்த டிசம்பர் மாதத்துக்குள்ளே இந்த ஜலஜீவனுடைய பദ്ധதி പൂർത്തിയാക്കുവാൻ എന്ന് சொல்லியிருக்காங்க. പദ്ധതി നടത്തിപ്പിനായി മാട്ടുപ്പെട്ടിയിൽ വെള്ളം ശുദ്ധീകരിക്കുന്നതിനുള്ള പ്ലാന്റ്, ജലസംഭരണികൾ എന്നിവ നിർമ്മിക്കും. മൂന്നാർ, പള്ളിവാസൽ പഞ്ചായത്തുകളിലെ നിർമ്മാണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. മൂന്നാർ നഗരപ്രദേശത്ത് ഇതിനുള്ള പൈപ്പുകൾ സ്ഥാപിച്ചു തുടങ്ങി. പദ്ധതി പൂർത്തിയാകുന്നതോടെ മേഖലയിലെ ശുദ്ധജലക്ഷാമത്തിന് ഒരു പരിധിവരെ പരിഹാരമാകുമെന്നാണ് വിലയിരുത്തൽ. 2026 മാർച്ചിന് മുമ്പ് പദ്ധതി പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. കട്ടപ്പന നഗരസഭയിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. പ്രാദേശിക വികസനത്തിനും ആരോഗ്യ മേഖലയ്ക്കും കൂടുതൽ ഊന്നൽ നൽകിയുള്ള വാർഷിക പദ്ധതിയുടെ കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രാദേശിക സാമ്പത്തിക വികസനം, പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനം, ഖരമാലിന്യ സംസ്കരണം, ജൈവ മാലിന്യ സംസ്കരണം, പൊതുജനാരോഗ്യ മേഖല എന്നിവയ്ക്ക് പ്രത്യേകം പ്രാധാന്യം നൽകിക്കൊണ്ടാണ് 2025-26 വർഷത്തെ പദ്ധതികൾ തയ്യാറാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന ഫണ്ടുകളും KSW, MP, ശുചിത്വ മിഷൻ, ധനകാര്യ കമ്മീഷൻ അവാർഡ്, ഹെൽത്ത് ഗ്രാന്റ്, ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പ മുതലായ സ്രോതസ്സുകളിൽ നിന്നുള്ള ഫണ്ടുകളും ക്രിയാത്മകമായി വിനിയോഗിക്കുന്ന തരത്തിലാണ് പദ്ധതികൾ വിഭാവനം ചെയ്തിരിക്കുന്നത്. 55,58,11,436 രൂപയുടെ കരട് പദ്ധതി രേഖയാണ് വികസന സെമിനാറിൽ അവതരിപ്പിച്ചത്. നഗരസഭാ കൗൺസിലർ ജോയി വെട്ടിക്കുഴി ചെയർപേഴ്സൺ ബീന ടോമിക്ക് കരട് പദ്ധതി രേഖ കൈമാറി. ജനങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളിലും വികസനം കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള പദ്ധതികളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ബീന ടോമി പറഞ്ഞു. വികസന സെമിനാർ നടന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ പ്രാദേശിക സാമ്പത്തിക വികസനം, പ്രാദേശിക കാലാവസ്ഥാ വ്യതിയാനം, മറ്റ് ഖരമാലിന്യ സംസ്കരണം, ജൈവമാലിന്യ സംസ്കരണം, പൊതു ആരോഗ്യ മേഖല, അങ്ങനെ നിരവധി കാര്യങ്ങളാണ് നമ്മൾ കട്ടപ്പന നഗരസഭയുടെ ഭാഗത്ത് ചെയ്തതും ഇനി മുന്നോട്ട് ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതും. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഈ ഭരണസമിതിയെ സംബന്ധിച്ചിടത്തോളം നല്ല രീതിയിൽ കട്ടപ്പന നഗരസഭയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുവരിക, ജനങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കുക എന്നുള്ള ലക്ഷ്യബോധത്തോടെയാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വികസന സമിതി ഇന്ന് കൂടിയിരിക്കുന്നത്. സെമിനാറിൽ നഗരസഭാ കൗൺസിലർമാർ, വിവിധ വകുപ്പ് നിർവഹണ ഉദ്യോഗസ്ഥർ, പൊതുജനങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു.
അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട പഴയ ഗ്രീസ് ഗാർഡൻ സ്കൂളിന് സമീപം മാസങ്ങളായി പൊട്ടിക്കിടക്കുന്ന വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് നന്നാക്കാൻ നടപടിയില്ല. പ്രദേശവാസികൾ നിരവധി തവണ അധികൃതരെ വിവരം അറിയിച്ചിട്ടും തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാവുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. മാട്ടുകെട്ട പഴയ ഗ്രീസ് ഗാർഡൻ സ്കൂളിലേക്ക് പോകുന്ന വഴിയിലാണ് 4 മാസത്തിലേറെയായി വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നത്. വിഷയം പലതവണ വാട്ടർ അതോറിറ്റി അധികൃതരെ അറിയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മുമ്പ് ഇവിടെ വന്ന ബില്ല് 1,06,000 രൂപയാണ്. അത് പൈനാവിൽ അവർ വിളിക്കുകയും ക്ലിയർ ചെയ്യുകയും ചെയ്യും. അവരെന്നെ സോറി പറഞ്ഞു. വാട്സപ്പിൽ ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തു. അവർക്ക് എന്തോ മിസ്റ്റേക്കുകളാണ്, അവരുടെ എംപ്ലോയിയുടെ മിസ്റ്റേക്ക് ഒക്കെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തു. അതിനുശേഷം ഒരു 6,000 രൂപയുടെ ബില്ല് വന്നു. അതും ഇതുപോലെ ക്ലിയർ ചെയ്തു. ഒരു 15 ദിവസത്തിന് മുമ്പ് കുമളിയിൽ നിന്ന് എനിക്കൊരു കോൾ വന്നു, നിങ്ങളുടെ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല, മാറി വെക്കണം. ഞാൻ ചോദിച്ചു എന്ത് റീസൺ, ഇത് മാറി വെക്കാനുള്ള കാരണം എന്ത്? അത് നിങ്ങളുടെ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, നിങ്ങൾ മീറ്റർ വർക്ക് ചെയ്യുന്നില്ല, എന്തുകൊണ്ട് ഞങ്ങളെ അറിയിച്ചില്ല? നിങ്ങളിങ്ങനെ വിളിച്ചു പറയുമ്പോൾ അതിൽ ഒരു യാഥാർത്ഥ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ ആരാണ് ചെക്ക് ചെയ്തത്. അതിനുശേഷം കുമളിയിൽ നിന്ന് 2 പേർ ഇവിടെ വന്ന് ചെക്ക് ചെയ്തു. ഞാൻ ആ മീറ്റർ വർക്ക് ചെയ്യിച്ചാണ്. മീറ്റർ വർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം മീറ്ററിനകത്ത് ഒരു പ്രൊപ്പല്ലർ പോലെ സാധനം വർക്ക് ചെയ്യാണ്. അത് വർക്ക് ചെയ്യാനുള്ള ഫോഴ്സിൽ വെള്ളം വന്നാലേ അത് വർക്ക് ചെയ്യത്തുള്ളൂ. എനിക്ക് 3 മാസമായിട്ട് വെള്ളം കിട്ടുന്നില്ല. കുഴൽക്കിണറുള്ളതുകൊണ്ട് ഞാൻ അധികം ആരെയും ബുദ്ധിമുട്ടിക്കാനും പോയില്ല. ഇതിന് 1,900 രൂപയോളം മുടക്കിയിട്ട് ഒരു മീറ്റർ മാറി വെക്കാമെന്ന് ഞാൻ ആവശ്യകത ഉണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ ഇതിനകത്ത് വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ സർക്കാരിലിരിക്കുന്നവർ ഏത് തരത്തിലാണ്, ഏത് മാനദണ്ഡം വെച്ചാണ് ഈ കാര്യങ്ങൾ കാണുന്നത്, ശ്രദ്ധിക്കുന്നുണ്ടോ, എടുക്കുന്നുണ്ടോ? അവരിവിടെ വന്നു. ഞാൻ അന്ന് കുറച്ച് സമയം ഫോഴ്സ് വെള്ളതുകൊണ്ട് ആ മീറ്റർ വർക്ക് ചെയ്യിച്ച് ഞാൻ കാണിച്ചു. അവർ സോറി പറഞ്ഞിട്ട് പോയി. ഇത് എങ്ങനെയാണ് ശരിയാകുക? ഞങ്ങൾ പാവപ്പെട്ട ആൾക്കാർ ഇവിടെ ജീവിക്കുമ്പോൾ നിങ്ങൾ ഈ ഓരോ പ്രാവശ്യം ഓരോ ബില്ല് തന്നു കഴിഞ്ഞാൽ, ഞാനത് ചോദിച്ചതുകൊണ്ട് എൻക്വയറി ചെയ്തുകൊണ്ട് ഞാനിന്ന് രക്ഷപ്പെട്ടു. അതല്ലെങ്കിൽ അടയ്ക്കുക എന്നുള്ളതിലേ നിവൃത്തിയുള്ളൂ. ഇത് ശരിയല്ല. ഈ വെള്ളത്തിൻ്റെ ലീക്ക് 3-4 മാസത്തോളമായി അനേക പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തു. ആ വെള്ളമുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് 2 കൂട്ടർക്കും കറക്റ്റ് വെള്ളം കിട്ടുന്നില്ല. കാരണം ഈ ഫോഴ്സ് ലീക്ക് ചെയ്ത് പോകുന്നത് കൊണ്ട് കിട്ടുന്നില്ല. മീറ്ററിന് ശേഷമുള്ളതാണെങ്കിൽ നിശ്ചയമായിട്ടും ഞങ്ങളത് ചെയ്യും. മീറ്ററിന് പുറകിലുള്ളത് ഗവൺമെൻറ് ഉത്തരവാദിത്തപ്പെട്ടതായതുകൊണ്ട് നിങ്ങളത് ചെയ്തു തരാം. സ്ഥിരമായി കുടിവെള്ളം പാഴാകുന്നതിനാൽ മേഖലയിൽ കൃത്യമായി കുടിവെള്ളം എത്തുന്നില്ലെന്നും പരാതിയുണ്ട്. നിരവധി ആളുകൾ സഞ്ചരിക്കുന്ന റോഡിലൂടെയാണ് വെള്ളം ഒഴുകുന്നത്. അടിയന്തരമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇടപെട്ട പൊട്ടിയ പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ശാസ്ത്രബോധം സമൂഹത്തിനെന്ന ലക്ഷ്യത്തോടെ മുരിക്കാശ്ശേരി പാവനാത്മ കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ്, ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി, ഇടുക്കി ചാപ്റ്റർ, മലയാളി ചിരി ക്ലബ് തുടങ്ങിയവയുടെ സംയുക്താഭിമുഖ്യത്തിൽ കട്ടപ്പനയിൽ വാന നിരീക്ഷണം സംഘടിപ്പിച്ചു. IUCCA അസോസിയേറ്റ് ഡോക്ടർ ജോ ജേക്കബ്, ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ തങ്കച്ചൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. കട്ടപ്പന സെന്റ് ജോർജ് സ്കൂൾ മൈതാനിയിലാണ് ശാസ്ത്രബോധം സമൂഹത്തിനായി എന്ന ലക്ഷ്യത്തോടെ പരിപാടി നടത്തിയത്. ടെലിസ്കോപ്പ് ഉപയോഗിച്ച് ആകാശ കാഴ്ചകൾ വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ദൃശ്യമാക്കി. പ്രകൃതി പ്രപഞ്ച പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കാനുള്ള അവസരം ഒരുക്കുക, അതിലൂടെ പ്രപഞ്ചത്തെ സംബന്ധിച്ച് യാഥാർത്ഥ്യ ബോധ്യങ്ങളും ശാസ്ത്രീയമായ ചിന്തകളിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളെ മുൻനിർത്തിയാണ് പരിപാടി നടത്തിയത്. 11 വർഷം കൂടുമ്പോൾ ഉണ്ടാകുന്ന സൂര്യഗണങ്ങൾ, വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ തുടങ്ങിയവ പൊതുജനങ്ങൾക്ക് കാണാനായി IUCCA അസോസിയേറ്റ് ഡോക്ടർ ജോ ജേക്കബ്, ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി സെക്രട്ടറി പ്രൊഫസർ തങ്കച്ചൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു. 11 വർഷം കൂടുമ്പോൾ സൂര്യനിലെ സൂര്യകളങ്കങ്ങൾ ഉണ്ടാവും. ഇപ്പോൾ അതുള്ള സമയമാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് കാണാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തു. അങ്ങനെ പ്രകൃതി പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെ നിരീക്ഷിക്കാനുള്ള അവസരങ്ങൾ കൊടുക്കുക, അതിലൂടെ അവയെ സംബന്ധിച്ച യാഥാർത്ഥ്യ ബോധമുണ്ടാക്കുക, അതിലൂടെ കൂടുതൽ നമ്മൾ സത്യത്തെ സംബന്ധിച്ചും പ്രപഞ്ചത്തെ സംബന്ധിച്ചും പ്രകൃതിയെ സംബന്ധിച്ചുള്ള വ്യക്തമായ ധാരണകൾ രൂപപ്പെടുക. അപ്പം അങ്ങനെ ശാസ്ത്രീയമായി ചിന്തിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുക. ആകാശം എന്നുള്ളത് ധാരാളമായി ഈ തെറ്റായ ചിന്താഗതികൾ, തെറ്റായ വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന ഒരു മേഖലയാണ്. അപ്പം അതിനെ കാണിച്ചു കൊടുത്തുകൊണ്ട് സയൻസിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, സയൻസിൽ തെളിവുള്ള കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കാൻ, അത് സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകണം എന്നുള്ള ഒരു രീതിശാസ്ത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഫെബ്രുവരി 8, 9, 10 തീയതികളിൽ തിരുവനന്തപുരത്ത് നടക്കുന്ന അഖിലേന്ത്യാ ശാസ്ത്ര സമ്മേളനത്തിന് മുന്നോടിയായി വിവിധ സ്കൂളുകളിലും വിവിധ മേഖലകളിലും കോളേജുകളിലും ഇത്തരത്തിൽ വാന നിരീക്ഷണം നടപ്പാക്കി വരുന്നുണ്ട്. സൂര്യനിൽ നിന്നുള്ള ദൂരം, നക്ഷത്രങ്ങളുടെ അകലം എന്നിവയെക്കുറിച്ച് വിശദമായ ക്ലാസുകളും പരിപാടിയിൽ ഒരുക്കിയിരുന്നു. കട്ടപ്പനയിൽ നടന്ന വാന നിരീക്ഷണത്തിൽ പാവനാത്മ കോളേജ് ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റ് അധ്യാപകരായ ഡോക്ടർ കിരൺ മാത്യു, രാജീവ് ടി ഉലഹന്നാൻ, ചിരി ക്ലബ് ഭാരവാഹികളായ ജോർജി മാത്യു, സണ്ണി സ്റ്റോറിൽ, മനോജ് വർക്കി, ജിനോ സേവ്യർ, PG മനോജ്, ബിബിൻ വിശ്വനാഥൻ, ജെറിൻ ജോസഫ്, ജെയ്സൺ ജോസഫ്, KT അഭിലാഷ്, R സന്തോഷ്, സജി ഫെർണാണ്ടസ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരള കോൺഗ്രസ് എം ചെയർമാനായിരുന്ന KM മാണിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് ജില്ലാതല കാരുണ്യ ദിനാചരണം നടന്നു. കേരള യൂത്ത് ഫ്രണ്ടും ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തോപ്രാങ്കുടി RCC ആശ്രമത്തിൽ സംഘടിപ്പിച്ച പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു.
കേരള കോൺഗ്രസ് എം ചെയർമാനായിരുന്ന KM മാണിയുടെ ജന്മദിനത്തോടനുബന്ധിച്ചാണ് കേരള യൂത്ത് ഫ്രണ്ട് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലാതല കാരുണ്യ ദിനാചരണം സംഘടിപ്പിച്ചത്. തോപ്രാംകുടി അസിസി സ്നേഹസദൻ ആശ്രമത്തിൽ അന്തേവാസികളോടൊപ്പം നടത്തിയ പരിപാടി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പള്ളിൽ ഉദ്ഘാടനം ചെയ്തു. ഈ കാരുണ്യം എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിലെമ്പാടും ഒന്ന് ശരിക്കും വ്യാപകമായി ഈ ഉപയോഗിക്കാൻ തുടങ്ങിയത് മാണിസാറ് കാരുണ്യം ചികിത്സാ പദ്ധതി തുടങ്ങിയതിന് ശേഷമാണ്. എങ്കിൽ പോലും തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജന്മദിനം കേരളത്തിൽ അദ്ദേഹത്തോടുള്ള ആദരവാണ് ശരിക്കും കേരളത്തിലെ കേരള കോൺഗ്രസ് പാർട്ടി കാർഷിക മേഖലയ്ക്കായാലും വ്യവസായ മേഖലയ്ക്കായാലും എല്ലാ സമസ്ത മേഖലകൾക്കും ഒരു കയ്യൊപ്പ് ചാർത്തപ്പെട്ട വ്യക്തിത്വമാണ് കേരള രാഷ്ട്രീയത്തിലെ പ്രിയപ്പെട്ട മാണി സാറ്. അദ്ദേഹത്തിൻ്റെ മകൻ ജോസ് കെ മാണി സാറും ഇത് തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരള കോൺഗ്രസ് പാർട്ടിയും യൂത്ത് ഫ്രണ്ടും ഇടുക്കി ജില്ലയിലെ 1-ാം നമ്പർ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറിയിട്ടുള്ളത്. അതിൻ്റെ ഒരു വലിയ പ്രവർത്തനമാണ് കാരുണ്യ പദ്ധതിയിലൂടെ. തീർച്ചയായിട്ടും ഇത് വലിയ ശ്ലാഘനീയമായ ഒരു പദ്ധതിയാണ്. യൂത്ത് ഫ്രണ്ട് ജില്ലാ പ്രസിഡന്റ് ജോമോൻ പുടിപ്പാറ അധ്യക്ഷനായിരുന്നു. ജില്ലാ കമ്മിറ്റി സമാഹരിച്ച ധനസഹായം സ്നേഹസദൻ ഇൻചാർജ് സിസ്റ്റർ അമലയ്ക്ക് കൈമാറി. യോഗത്തിന് ശേഷം അസിസി സ്നേഹസദനിലെ അന്തേവാസികൾക്കൊപ്പം നേതാക്കളും പ്രവർത്തകരും മധുരം പങ്കുവച്ചു. നേതാക്കളായ സിബിച്ചൻ തോമസ്, ബേബി കാഞ്ഞിരത്താം കുന്നേൽ, ജോർജ് അമ്പഴം, ജോണി ചെമ്പുകട, അനീഷ് കടുകം മൈക്കൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. CPM ജില്ലാ സമ്മേളനത്തിന്റെ പ്രചരണാർത്ഥം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റി വെള്ളയാങ്കുടിയിൽ നാടൻ പാട്ടുകൂട്ടം സംഘടിപ്പിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജി ഉദ്ഘാടനം ചെയ്തു. മനുഷ്യൻ മാതാപിതാക്കളൊഴിച്ചെല്ലാം നമുക്ക് വീട്ടുകളിലെത്തുകയും ചെയ്യുന്ന ഒരു പുതിയ സാഹചര്യത്തിൽ സാമ്പത്തിക രംഗം വലിയ നിലയിൽ പുറകോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഗോളവൽക്കരണം വേണ്ട എന്നല്ല ഞങ്ങൾ പറയുന്ന, ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്ന ഈ പ്രത്യാഘാതങ്ങൾ രാജ്യത്തെ ജനജീവിതത്തെ ആകെ ബാധിക്കുന്ന ഘട്ടത്തിലാണ് CPIMന്റെ സമ്മേളനങ്ങൾ ചേരുക. അപ്പോൾ ഈ മാധ്യമങ്ങൾ എടുത്താൽ, അതിൻ്റെ ഫ്രണ്ട് പേജ് പരസ്യങ്ങൾ എടുത്താൽ കോർപ്പറേറ്റുകളുടെ കുത്തകളുടെ പരസ്യമാണ്. അതുകൊണ്ട് തന്നെ അവർ കൈകാര്യം ചെയ്യുന്ന രാഷ്ട്രീയവും തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയമാണ്. ആ തൊഴിലാളി വർഗത്തിനെതിരായിട്ടുള്ള രാഷ്ട്രീയമാണ്. ഇപ്പോൾ നമ്മുടെ ഇവിടെ വാർത്താ ചാനലുകളുണ്ട്. ഗ്രാമീണ ചാനലുകൾ ഒഴിച്ചാൽ ഇന്ത്യയിലെയും ലോകത്തെയും ചാനലുകളെയും പത്രങ്ങളെയും എല്ലാം വിലക്കെടുക്കുകയാണ് ഈ കോർപ്പറേറ്റുകൾ. യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം MA സുരേഷ് അധ്യക്ഷനായിരുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ പ്രസിഡന്റ് സുഗതൻ കരുവാറ്റിയുടെ ഗാനത്തോടെ പരിപാടിക്ക് തുടക്കമായി. മഞ്ഞച്ചേരേ നിന്റെ വാലന്തിയെന്ന് തമ്പുരാൻ മീറ്റൂടെ പോന്നു ഞാനും തമ്പുരാർക്കെന്തിനി ചേരവാല പൂണോൽച്ചരടിനും കൊള്ളാമല്ലോ. പ്രാദേശിക ഗായകർ ഉൾപ്പെടെ നിരവധി പേർ പഴയതും പുതിയതുമായ നാടൻ പാട്ടുകൾ ആലപിച്ചു. നല്ലൊരു ഞങ്ങൾക്കായി തന്നു പോയവരേ CPM ഏരിയ സെക്രട്ടറി മാത്യു ജോർജ്, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ ടോമി ജോർജ്, KP സുമോദ്, ലിജോബി ബേബി, KN വിനീഷ് കുമാർ, PV സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പാലിയേറ്റീവ് രോഗി ബന്ധു കുടുംബ സംഗമം സംഘടിപ്പിച്ചു. മുരിക്കാശ്ശേരി മാതാ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വരുന്ന കിടപ്പ് രോഗികളും അവരെ സംരക്ഷിച്ചു വരുന്ന കുടുംബാംഗങ്ങളും ബന്ധുക്കളും ഉൾപ്പെടുന്ന കുടുംബ സംഗമമാണ് മുരിക്കാശ്ശേരിയിൽ സംഘടിപ്പിച്ചത്. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഒത്തിരിയേറെ പാലിയേറ്റീവ് രോഗികളുണ്ട്. അവരെ ദിവസങ്ങൾ, ആഴ്ചകളിൽ, ഇന്ന് എത്ര ദിവസം വീടുകളിൽ ചെന്ന് സേവനം നൽകുന്ന പഞ്ചായത്തിന്റെ പാലിയേറ്റീവ് യൂണിറ്റ്, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സെക്കൻഡറി പാലിയേറ്റീവ്, ഇതെല്ലാം ഉണ്ടെങ്കിലും അവരെ നന്നായി, ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ചെല്ലുമ്പോഴൊക്കെ സേവനം കൊടുക്കുന്നതേ ഉള്ളൂ. അവരെ എന്നും രാവിലെയും വൈകുന്നേരം ദിവസേന അവർക്ക് സ്നേഹവും വാത്സല്യവും സേവനവും അവരുടെ എല്ലാവിധ സേവനങ്ങളും നൽകുന്ന അവരുടെ കുടുംബാംഗങ്ങളാണ് ഏറ്റവും മഹത്തരമായിട്ടുള്ളവരെ, ഏറ്റവും അഭിനന്ദനം അറിയിക്കപ്പെടേണ്ടവര്.
വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോസ്മി ജോർജ് അധ്യക്ഷയായിരുന്നു. ഡോക്ടർ സിബി ജോർജ് പാലിയേറ്റീവ് ദിന സന്ദേശം നൽകി. പാലിയേറ്റീവ് രോഗി സഹായ വിതരണം ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി തോമസ്, ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി എന്നിവർ നിർവഹിച്ചു. വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റോണിയോ എബ്രഹാം, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുനിത സജീവ്, ഡോക്ടർ അഞ്ജലി MR, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. കാഞ്ചിയാർ നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് ജീവനം പദ്ധതികളുടെയും കരിയർ അക്കാദമിയുടെയും ഉദ്ഘാടനം സംഘടിപ്പിച്ചു. പൊതുസമ്മേളനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ടിൽ ഉദ്ഘാടനം ചെയ്തു. നരിയമ്പാറ മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിന്റെ പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് വിവിധ പദ്ധതികൾ നടന്നുവരുന്നുണ്ട്. ഇതിന്റെ ഭാഗമായിട്ടാണ് ജീവനം ജലസംരക്ഷണ പദ്ധതിയുടെയും മന്നം കരിയർ അക്കാദമിയുടെയും ഉദ്ഘാടനം നടന്നത്. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുരേഷ് കുഴിക്കാട്ട ഉദ്ഘാടനം നിർവഹിച്ചു. നമ്മുടെ കാലത്തിന് അനുയോജ്യമായി നിന്നുകൊണ്ട് തന്നെയാണ് സ്കൂളിന്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും മന്നം മെമ്മോറിയൽ സ്കൂള് ജനഹൃദയങ്ങളിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയിലെ മാതാപിതാക്കളിലുമെല്ലാം തങ്ങളുടെ കുട്ടികളെ ആ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കണമെന്ന് തോന്നലുണ്ടാകുന്നതും അതുപോലെ ഏകദേശം 1000-നോടടുത്ത് കുട്ടികൾ അവിടെ വിദ്യാഭ്യാസം നേടുന്നതും. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 70 വർഷം മുമ്പ് എത്ര ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ആ സ്കൂളിൻ്റെ പിതാവ് ശ്രീ വണ്ടങ്കൽ ഭാസ്കരൻ നായർ വിഭാവനം ചെയ്ത് ഈ നാടിന് സമർപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. മന്നം കരിയർ അക്കാദമി ഗ്രാമീണ തൊഴിൽ സ്വപ്ന സാക്ഷാത്കാര പദ്ധതിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു മധുക്കുട്ടൻ നിർവഹിച്ചു. ജലസംരക്ഷണ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് HCN മാനേജിംഗ് ഡയറക്ടർ ജോർജി മാത്യു വിശദീകരിച്ചു. നമ്മളൊന്നും മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഞാൻ ഈ ബോർവെല്ലിനൊന്നും എതിരാണെന്ന് ആരും കരുതരുത് കേട്ടോ. ബോർവെല് നമുക്ക് അടുത്ത തലമുറ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ തലമുറ ഉണ്ടെങ്കിലേ അടുത്ത തലമുറ നിലനിൽക്കുള്ളൂ, അല്ലേ? അതുകൊണ്ട് ബോർവെല്ലിന് എതിരല്ല. പക്ഷെ നമ്മൾ ചെയ്തു വെക്കുന്ന ഓരോ കാര്യങ്ങൾ സുരക്ഷിതമായി ചെയ്തു പോയില്ല എങ്കിൽ നമ്മുടെ ഭാവി മുന്നോട്ട് പോകത്തില്ല. നമുക്കറിയാം, ഈ നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാമിന് ജീവനുള്ള പൂവാണ് വെക്കുന്നതെങ്കിൽ അതെന്താ വെക്കുന്നേ? ഒരു തെർമോക്കോൾ അല്ലേ, നനഞ്ഞ എന്നാ അതിന് പറയുന്നേ അല്ലേ, നനച്ചതിൽ പൂ വെക്കുകയാണെങ്കിൽ ഒരാഴ്ച ഒരു കേടുമില്ലാതെ പൂ നിൽക്കും, അല്ലേ? അതേസമയം ഉണങ്ങിയ ഒരു പ്രതലത്തിലാണ് പൂ ഇരിക്കുന്നതെങ്കിലോ പെട്ടെന്ന് പാടും, അല്ലേ? ഒരു ദിവസം കൊണ്ട് പാടിപ്പോവും. അപ്പോൾ നമ്മൾ എങ്ങനെ ഭൂമിയെ നനയുന്ന രീതിയിൽ അല്ലെ തണുത്ത രീതിയിൽ നിലനിർത്താം എന്ന് നമ്മൾ ആലോചിക്കണം. ജീവനം ജലസംരക്ഷണ പദ്ധതിയുടെ ഉദ്ഘാടനം കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജലക്ഷ്മി അനീഷ് നിർവഹിച്ചു. കാരുണ്യസ്പർശം രക്തഗ്രൂപ്പ് ഡയറക്ടറി നിർമ്മാണത്തെ സംബന്ധിച്ച് YMCA സെക്രട്ടറി KJ ജോസഫ് വിശദീകരണം നൽകി. പദ്ധതിയുടെ ഉദ്ഘാടനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയാമോൾ ജോമോൻ നിർവഹിച്ചു. ഗ്രാമശാക്തീകരണം വായനാ കൂട്ടായ്മയുടെ ഉദ്ഘാടനം കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോമോൻ തെക്കേൽ നിർവഹിച്ചു. സ്കൂൾ PTA വൈസ് പ്രസിഡന്റ് CP ബിനു അധ്യക്ഷനായിരുന്നു. മാത്യു ജോർജ്, ബാബു തെക്കേൽ, VR ശശി, രാജൻ മണ്ണൂർ, ചന്ദ്രശേഖരൻ ഭദ്രവിലാസം, വിപിനചന്ദ്രൻ, ജോയി ഈഴക്കുന്നേൽ തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ യോഗത്തിൽ വെച്ച് അനുമോദിച്ചു. കോർഡിനേറ്റർ ജോർജ് ജേക്കബ്, PS പ്രദീപ് കുമാർ, ഫാദർ ജോസ് പൂവക്കുളം തുടങ്ങിയവർ നേതൃത്വം നൽകി. ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂൾ വാർഷികവും രക്ഷകർത്തൃ സംഗമവും നടന്നു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. മലയോര മേഖലയിലെ പ്രധാന വിദ്യാലയങ്ങളിലൊന്നായ ഉപ്പുതോട് സെന്റ് ജോസഫ് ഹൈസ്കൂളിന്റെ 42ാമത് വാർഷികവും രക്ഷകർത്തൃ സംഗമവുമാണ് നടന്നത്. സെന്റ് ജോസഫ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ പരിപാടി ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി തോമസ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 26 വർഷത്തെ സേവനത്തിന് ശേഷം ജോലിയിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക സെറ്റ്സി ജോസിനെ ചടങ്ങിൽ ആദരിച്ചു. ഇടുക്കി രൂപതാ വിദ്യാഭ്യാസ സെക്രട്ടറി ഫാദർ ജോർജ് തകടിയേൽ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. സ്കൂൾ മാനേജർ ഫാദർ തോമസ് നെച്ചിക്കാട്ട് അധ്യക്ഷനായിരുന്നു. മരിയാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിൻസി ജോയി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഡെന്നിമോൾ ബെന്നി, മറ്റംഗങ്ങളായ പ്രജിനി ടോമി, ബീന ജോമോൻ, സ്കൂൾ ഹെഡ്മാസ്റ്റർ ജോയിച്ചൻ ജോസഫ്, ഉപ്പുതോട് ഗവൺമെന്റ് UP സ്കൂൾ ഹെഡ്മിസ്ട്രസ് ലേഖ തോമസ്, കരിക്കിൻമേട് ഗവൺമെന്റ് LP സ്കൂൾ ഹെഡ്മിസ്ട്രസ് അനിത NV, ജിഷ ജോർജ്, സ്റ്റാഫ് സെക്രട്ടറി സിനി ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. വണ്ടിപ്പെരിയാർ വാളാടി സെന്റ് മാത്യൂസ് LP സ്കൂളിന്റെ വാർഷികാഘോഷം ജ്യോതിസ് 2K25 സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സുൽവത്തായി വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിന്റെ ആനിവേഴ്സറിയോടൊപ്പം അധ്യാപക രക്ഷകർത്തൃ സമ്മേളനവും സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന വാർഷിക ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടന യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത പാസ്റ്റർ കൗൺസിൽ അംഗം ആന്റണി ആലഞ്ചേരി അധ്യക്ഷനായിരുന്നു. സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ ആൻലിയ CS റിപ്പോർട്ട് അവതരിപ്പിച്ചു. അഴുത ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് R സുൽവത്തായി വാർഷിക ആഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു.
ഈ പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ 42ാമത്തെ വർഷം നമ്മൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ എടുത്തൊന്ന് പരിശോധിക്കേണ്ടത്, ഇവിടെ ടീച്ചർ റിപ്പോർട്ട് അവതരിപ്പിച്ചപ്പോഴത്തേക്ക് പറയുകയുണ്ടായി, 4 ക്ലാസ് മുറികളായിട്ട് ആരംഭിച്ച ഒരു സ്കൂളാണ് സെന്റ് മാത്യൂസ് വാളാടി സ്കൂള്. ഇന്ന് 600-ലധികം കുട്ടികൾ പഠിക്കുന്ന ഒരു സ്കൂളായിട്ട് ഈ സ്കൂള് മാറുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് നമുക്ക് പറയുമ്പോൾ ഈ സ്കൂളിന്റെ അധ്യാപകരുടെയും അതുപോലെ തന്നെ ഇവിടുത്തെ PTA-യുടെയും സാന്നിധ്യം എന്ന് പറയുന്നത് വളരെ എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ്. കാഞ്ഞിരപ്പള്ളി അമൽജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് പ്രൊഫസർ ഫാദർ സിജു പുല്ലംപ്ലായിൽ, ഗ്രാമപഞ്ചായത്ത് അംഗം പ്രിയങ്ക മഹേഷ്, PTA പ്രസിഡന്റ് മുഹമ്മദ് സിദ്ദിഖ്, സ്കൂൾ ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ജിത CS, സ്കൂൾ ലീഡർ അജയ് വിജയകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. അയ്യപ്പൻകോവിൽ മാട്ടുകെട്ട ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ അഷ്ടബന്ധ കലശവും പുനർപ്രതിഷ്ഠയും ജനുവരി 30, 31, ഫെബ്രുവരി 1, 2 തീയതികളിൽ നടക്കും. ക്ഷേത്രം തന്ത്രി തമ്പലക്കാട്ട് കല്ലാരവേലി ഇല്ലത്ത ബ്രഹ്മശ്രീ പരമേശ്വരൻ ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠ നടക്കുക. ഹൈറേഞ്ചിലെ പ്രധാന വൈഷ്ണവ തീർത്ഥാടന കേന്ദ്രമായ മാട്ടുകെട്ട ഹരിതീർത്ഥപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പുനർപ്രതിഷ്ഠയോടനുബന്ധിച്ച് നടക്കുന്ന പരിഹാരക്രിയകളും അഷ്ടബന്ധ കലശവും പ്രത്യേക കർമ്മങ്ങളും 30-ാം തീയതി മുതൽ ആരംഭിക്കും. രാവിലെ ഗണപതി ഹോമവും ഭഗവതി സേവ, നിർമ്മാലി ദർശനം തുടങ്ങിയവ നടക്കും. 31-ാം തീയതി ദീപാരാധന, സമൂഹ പ്രാർത്ഥന, പ്രസാദശുദ്ധി, വസ്തുകലശ പൂജ, അസ്ത്രകലശ പൂജ, വസ്തുഹോമം, വാസ്തുകലശ പൂജ തുടങ്ങിയവ നടക്കും. ക്ഷേത്രം തന്ത്രി തമ്പലക്കാട്ട് കല്ലാരവേലിയില്ലത്ത് ബ്രഹ്മശ്രീ പരമേശ്വരൻ ശർമ്മയുടെയും ക്ഷേത്രം മേൽശാന്തി അനിൽ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് കർമ്മങ്ങൾ നടക്കുന്നത്. മാട്ടുകെട്ട ഹരിതീർത്ഥപുരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പരിഹാരക്രിയകളും അഷ്ടബന്ധ കലശവും പുനഃപ്രതിഷ്ഠയും ജനുവരി 30, 31, ഫെബ്രുവരി 1, 2 തീയതികളിൽ നടത്തപ്പെടുകയാണ്. തമ്പലക്കാട് കല്ലാരവേലി ഇല്ലത്ത് ശ്രീ ബ്രഹ്മശ്രീ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെയും ക്ഷേത്രം മേൽശാന്തി അനിൽ തിരുമേനിയുടെയും മുഖ്യ കാർമ്മികത്വത്തിൽ പൂജാതി കർമ്മങ്ങൾ നടത്തപ്പെടുകയാണ്. ഫെബ്രുവരി 2-ാം തീയതി പകൽ 12 മണിക്ക് അഷ്ടബന്ധ പ്രതിഷ്ഠയും വൈകിട്ട് 7 മണിക്ക് ബിജു പുളിക്കലെടുത്ത് നടത്തുന്ന ആധ്യാത്മിക പ്രഭാഷണവും നൃത്തസന്ധ്യയും 10 മണിക്ക് പൂഞ്ഞാർ നാട്യഭവൻ അവതരിപ്പിക്കുന്ന ബാലയും നടക്കുമെന്നും ക്ഷേത്രം ഭാരവാഹികൾ അറിയിച്ചു. ക്ഷേത്രം പ്രസിഡന്റ് PN വിനോദ്, സെക്രട്ടറി അഭിലാഷ് ബാബു, രാജേഷ് CN, കണ്ണൻ KS, സജീവൻ ചെമ്പൻകുളം, സന്തോഷ് NS തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത്. മഹാകുംഭാഭിഷേകത്തിനൊരുങ്ങി ചെമ്പകത്തൊഴുക്കുടി ശിവപാർവതിയമ്മൻ ക്ഷേത്രം. മുതുവാൻ സമുദായത്തിന്റെ സഹകരണത്തോടെ നിർമ്മാണം പൂർത്തീകരിച്ച ശിവപാർവതിയമ്മൻ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ മഹോത്സവത്തിനും കുംഭാഭിഷേകത്തിനുമുള്ള ഒരുക്കങ്ങളാണ് പൂർത്തീകരിച്ചത്. ഫെബ്രുവരി 2-ാം തീയതി മഹാകുംഭാഭിഷേകം നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ചിന്നക്കനാൽ ചെമ്പകത്തൊഴുക്കുടി മുതുവാൻ ഗോത്രവർഗ സമൂഹത്തിന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന്റെ ഭാഗമായിട്ടാണ് ശിവപാർവതിയമ്മൻ ക്ഷേത്രം നിർമ്മാണം പൂർത്തീകരിച്ചത്. വിവിധ ഗോത്ര സമൂഹങ്ങളുടെയും പൊതുജനങ്ങളുടെയും സഹകരണത്തോടെയാണ് കൃഷ്ണശിലയിൽ ക്ഷേത്രത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്. തമിഴ്നാട്ടിൽ നിന്നും ശില എത്തിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയത്. മുതുവാൻ ആദിവാസി സമൂഹത്തിന് ആരാധിക്കാൻ ശിവപാർവതിയമ്മൻ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം സമീപ പ്രദേശങ്ങളിൽ ഇല്ലാത്തതിനെ തുടർന്നാണ് പുതിയ ക്ഷേത്രം നിർമ്മിക്കാനും പ്രതിഷ്ഠ നടത്തുവാനും മുതുവാൻ സമുദായം തീരുമാനിച്ചത്. 31-ാം തീയതി വെള്ളിയാഴ്ച ക്ഷേത്രം തന്ത്രി ആത്മന്തയുടെ മുഖ്യ കാർമ്മികത്വത്തിലും ക്ഷേത്രം പൂജാരി ചന്ദ്രൻ പൂജാരിയുടെ സഹകാർമ്മികത്വത്തിലും പ്രതിഷ്ഠാകർമ്മങ്ങൾ നടക്കും. തുടർന്ന് ഫെബ്രുവരി 2-ാം തീയതി അഷ്ടബന്ധന മഹാകുംഭാഭിഷേകവും നടക്കും. ചെമ്പകത്തോടുകൂടി അരുൾമിക ശ്രീ ശിവപാർവതി ക്ഷേത്രത്തിന്റെ അഷ്ടമഹാകുംഭാഭിഷേകത്തിന്റെ ഉത്സവത്തോടനുബന്ധിച്ച് ഏവരെയും സാദരം ക്ഷണിച്ചുകൊള്ളുന്നു. ഇതോടൊപ്പം 2/2/2025 ഫെബ്രുവരി മാസം രാവിലെ 10-നും 11-നും അഷ്ടമഹാ കുംഭാഭിഷേകം നടക്കുന്നതിനാൽ ഈ പ്രദേശങ്ങളിലുള്ളയും മറ്റ് എല്ലാ കുടികളിലുള്ള ആൾക്കാരെയും ഈ കുംഭാഭിഷേകത്തിലേക്ക് ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. ഉത്സവത്തോടനുബന്ധിച്ച് അന്നദാനവും മുതുവാൻ സമുദായത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങളും ചെമ്പകത്തൊഴുക്കുടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നിന്നും ശിവപാർവതി ക്ഷേത്ര സന്നിധിയിലേക്ക് പാൽക്കുട ഘോഷയാത്രയും നടക്കും. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയത്തിന്റെ ജൂബിലി സ്മാരകമായി നിർമ്മിച്ച വിയ ഡോളാറോസ എന്ന രക്ഷാകര ശില്പ സമുച്ചയത്തിന്റെ നിർമ്മാണം പൂർത്തിയായി. വ്യാഴാഴ്ച ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ശില്പത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും.
കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ദേവാലയ അങ്കണത്തിലാണ് യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെ ജൂബിലി സ്മാരകമായ വിയ ഡോളറോസ എന്ന രക്ഷാകര ശില്പം നിർമ്മിച്ചിരിക്കുന്നത്. മനുഷ്യാവതാരത്തിന്റെ ജൂബിലിയോടനുബന്ധമായിട്ട് കാൽവരി മൗണ്ട് സെന്റ് ജോർജ് ഇടവക ദേവാലയ അങ്കണത്തിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പാവിഷ്കാരം രക്ഷാകര സംഭവത്തിലെ എല്ലാ കാര്യങ്ങളും കോർത്തിണക്കിക്കൊണ്ട് ക്രിസ്തുവിന്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം, പെന്തക്കോസ്ത, അതിനെ തുടർന്ന് ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ ഉള്ള എല്ലാ സംഭവങ്ങളെയും കോർത്തിണക്കിക്കൊണ്ട് ഇവിടെ ഒരുക്കിയിരിക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ശില്പാവിഷ്കാരമാണ് നിങ്ങളുടെ ഈ പിൻപിൽ കാണുക. ക്രിസ്തുവിന്റെ രക്ഷാകര സംഭവത്തിലെ എല്ലാ കാര്യങ്ങളുമാണ് 460 ദിവസം കൊണ്ട് ഇടുക്കി സ്വദേശിയായ ജിനു എന്ന ശില്പി തയ്യാറാക്കിയിരിക്കുന്നത്. ഈ ഇടവകയ്ക്ക് തന്നെയല്ല, നാട്ടിലുള്ള മുഴുവൻ ആൾക്കാർക്കും ഇവിടെ വന്ന് സന്ദർശിക്കുവാനും ഇതിനകത്ത് പ്രാർത്ഥിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് ഇങ്ങനെയൊരു ഗ്രോട്ടോ നിർമ്മിച്ചിരിക്കുന്നത്. ഏതാണ്ട് 480-ലധികം ദിവസങ്ങൾ പ്രയത്നിച്ചതിൻ്റെ ഫലമായിട്ടാണ് നമുക്കിങ്ങനെയൊരു ഗ്രോട്ടോ ഇവിടെ നിർമ്മിക്കാൻ സാധിച്ചിരിക്കുന്നത്. ഇക്കോ ടൂറിസത്തിന് പേരുകേട്ട കാൽവരി മൗണ്ടിലെത്തുന്നവരുടെ ആത്മീയതയെ ഉത്തേജിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പസമുച്ചയം ഒരുക്കിയിരിക്കുന്നത്. കാൽവരി മൗണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ചരിത്ര സംഭവമാണ്. കാൽവരി മൗണ്ട് ഇന്ന് എക്കോ ടൂറിസം മേഖലയിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നൊരു സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട്. ഇടുക്കി ജില്ലയിൽ വാഗമൺ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്നത് കാൽവരി മൗണ്ടാണ്. ഈ വർഷം ഏതാണ്ട് 30,000-ഓളം പേര് ഈ മഹാനവമി എന്ന നാളിലും ഓണ സീസണിലും അതുപോലെ ക്രിസ്മസ് സീസണിലുമായിട്ട് ഇവിടെ കടന്നു പോവുകയുണ്ടായി. അവരെല്ലാം വരുന്നത് വിനോദ സഞ്ചാരത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ വ്യത്യസ്തമായിട്ട് ആത്മീയതയെ കൂടുതൽ ഉത്തേജിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2025 ജൂബിലി വർഷത്തിൽ നമ്മൾ മിശിഹാവതാരത്തിൻ്റെ ആ മഹാജൂബിലിയോടനുബന്ധിച്ച് കാൽവരി മൗണ്ട് ഇടവക ഒരുക്കിയിരിക്കുന്ന ഒരു വലിയ രക്ഷാകര ശില്പ സമുച്ചയമാണ് വിയ ഡോളറോസ. ജനുവരി 30-ന് ഇടുക്കി രൂപതാ മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ ശില്പത്തിന്റെ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിക്കും. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. RNS സ്പൈസസ് ഏലക്കാലയിലെ വിവരം. ആകലോട്ട് 183, വിൽപ്പനയ്ക്ക് വന്നത് 45,726, വിൽപ്പന നടന്നത് 45,109, കൂടിയ വില 3,710, ശരാശരി വില 3,002. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 7,595 രൂപ, വെള്ളി 104. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. നെടുങ്കണ്ടം കൈലാസപ്പാറയിലെ ഭൂമി കൈയേറ്റത്തിൽ റവന്യൂ വകുപ്പ് നടപടികൾ ആരംഭിച്ചു. നിർമ്മാണം നിർത്തിവെക്കാൻ സ്റ്റോപ്പ് മെമ്മോ നൽകി ഭൂമി അളന്നു തിട്ടപ്പെടുത്തിയ ശേഷം റിപ്പോർട്ട് കളക്ടർക്ക് സമർപ്പിക്കും. നിർമ്മാണ പ്രവർത്തനം നടത്തിയ വ്യക്തികളോട് ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന രേഖകൾ ഹാജരാക്കാനും നിർദ്ദേശം. 130 വർഷം പഴക്കം ചെന്ന മുല്ലപ്പെരിയാർ ഡാം കേരളത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയെന്ന് ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മാത്യു സ്റ്റീഫൻ. മുല്ലപ്പെരിയാർ ഡാം സുരക്ഷിതമാണെന്ന സുപ്രീം കോടതിയുടെ നിരീക്ഷണം കോടതിക്ക് ലഭിച്ച തെറ്റായ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിഷയത്തിൽ ഫെബ്രുവരി 2-ാം തീയതി കുമളിയിൽ ഉപവാസ സമരം നടത്തുമെന്നും മാത്യു സ്റ്റീഫൻ. മൂന്നാർ ടൗണിന് സമീപം പുലിയുടെ സാന്നിധ്യം ശ്രദ്ധയിൽപ്പെട്ടത് ടൗണിന് സമീപമുള്ള മൂന്നാർ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിന് സമീപം.
സംഭവത്തിൽ വനം വകുപ്പ് പരിശോധന ആരംഭിച്ചു. മൂന്നാറിൽ ജനവാസ മേഖലയിലെത്തി ഭീതി പരത്തിയ കാട്ടാനയെ വനം വകുപ്പ് കാട്ടിലേക്ക് തുരത്തി. കട്ടപ്പനയിലെ ഇൻഡോർ സ്റ്റേഡിയം നിർമ്മാണവുമായി ബന്ധപ്പെട്ടും താലൂക്ക് ആശുപത്രിക്ക് സ്ഥലം ഏറ്റെടുക്കാത്തത് സംബന്ധിച്ചും നഗരസഭാ സെക്രട്ടറിക്കും ചെയർപേഴ്സണും LDF നേതൃത്വം പരാതി നൽകി. പരാതി നൽകിയത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കട്ടപ്പന മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.